ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഏറ്റുമാനൂർ ശിവകുമാർ എഴുതിയ മാന്ത്രിക നോവലായ കിരാതതാളം, ഒരു സ്ഫടികം ബുക്സ് പ്രസിദ്ധീകരണം. നിതാന്ത നിശബ്ദമായ കൂരിരുട്ടിന്റെ നിലവറയിൽ നിന്ന് കാലൻ പക്ഷിയുടെ ഒരു നിലവിളി കേട്ടു. രാവിന്റെ രണ്ടാം യാമം അവസാനിച്ചിട്ടേയുള്ളൂ. പുഞ്ചവയൽക്കരയിലെ ഏതോ പടർപ്പൻ മരശാഖയിൽ ചേക്കേറിയിരിക്കുകയാണ് പക്ഷി. ഒരു തരം വല്ലാത്ത മുറവിളി പോലെ ആ പക്ഷിയുടെ ശബ്ദം കേൾക്കെ ഗ്രാമഹൃദയം നടുങ്ങി. നാളെ പുലരുമ്പോൾ ആരുടെ മരണവാർത്തയാണ് കേൾക്കേണ്ടി വരിക? ഒരു മരണവാർത്ത തീർച്ചയാണ്. അത് ആരുടേതുമാകാം. അച്ചട്ടായ കാര്യമാണത്. ഗ്രാമനിശബ്ദതയിൽ ഏത് രാവുകളിലൊക്കെ കാലൻ കോഴിയുടെ നിലവിളി ഉയർന്നിട്ടുണ്ടോ അതിന്റെ പിറ്റേന്ന് ആരുടെയെങ്കിലും ചാവ് കേട്ടിട്ടുണ്ട്. ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയ ഏർപ്പാടല്ല, വളരെ മുമ്പേ ഉള്ള ഒരു പതിവ്. അടുത്ത കാലത്തായി ആ പതിവ് വർദ്ധിച്ചിരിക്കുന്നു. ആ പക്ഷിയുടെ നിലവിളി കേട്ടുണർന്നവരും ഉറങ്ങാതെ കിടന്നിരുന്നവരും അസ്വസ്ഥരായി. കുറച്ചു നാൾ മുമ്പ് ആ പക്ഷിയെ അത് ചേക്കേറിയിരുന്ന മരത്തിൽ നിന്ന് ആട്ടിപ്പായിക്കാൻ സംയുക്തമായി ഒരു ശ്രമം നടത്തിയതാണ്. പക്ഷേ യാതൊരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല. കല്ലും മണലുമൊക്കെ വാരി എറിഞ്ഞതാണ്. ഭീകരമായ ഒരു ചിറകടിയോടെ ശാഖകളിൽ നിന്ന് ശാഖകളിലേക്ക് പറന്ന് മാറിയെന്നൊഴിച്ചാൽ പക്ഷി ആ മരം വിട്ടു പോയില്ല. ഗ്രാമത്തിന്റെ വിധിയെഴുത്തുകാരനെ പോലെ അത് അവിടെ തന്നെ തുടർന്നു. വലിയ വീട്ടിൽ തറവാട്ടിലെ തന്റെ ഉറക്കറയിൽ സുഖനിദ്രയിലായിരുന്ന വാസുദേവ മേനോൻ ഞെട്ടിയുണർന്നപ്പോൾ ആദ്യം ചെവികളിലെത്തിയത് ആ പക്ഷിയുടെ നിലവിളിയാണ്. അദ്ദേഹത്തിന്റെ നെഞ്ചു പിടഞ്ഞു. താൻ കണ്ട സ്വപ്നവും ഈ ജന്തുവിന്റെ ഭീഷണിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. ഈശ്വര, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഒരിക്കൽ കൂടി ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു ദുസ്വപ്നം. വീണ്ടും ഉറക്കം വന്ന് കൺപോളകളിൽ ചേക്കേറാൻ ഒരുപാട് വൈകി. വല്ലാത്തൊരാരവം കേട്ടുകൊണ്ടാണ് മേനോൻ ഉറക്കം വിട്ടുണർന്നത്. നേരം നന്നേ പുലർന്നു കഴിഞ്ഞിരുന്നു. ഇത്രയും വൈകി ഉണരാറില്ലാത്തതാണ്. രാവിൽ കണ്ട ദുസ്വപ്നത്തിന്റെ ആഘാതം വിട്ട് വീണ്ടും ഉറങ്ങാൻ ഒരുപാട് നേരം പിടിച്ചുവോ? ധൃതി പിടിച്ചെണീറ്റ് വാതിൽ തുറന്നു. ആരവം കൂടുതൽ വ്യക്തമാകുന്നു. മേനോൻ അമ്പരന്ന് പോയി. ഒരു 10-200 പേർ. അവർ വീട്ടുപടിക്കലാണ്. ക്ഷോഭിച്ച് സംസാരിക്കുകയാണ്. ഗ്രാമം അപ്പാടെ ഇളകി അപ്പോഴും അങ്ങോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. എന്താ എന്താ കഥ? എല്ലാവരും എന്താ ഒരുമിച്ചിങ്ങനെ? എന്താ ഉണ്ടായേ? മേനോൻ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. മകനും മകളുമൊക്കെ താടിക്ക് കൈയും കൊടുത്ത് ഉമ്മറവാതിൽക്കൽ നിൽക്കുന്നു. കാര്യമായ എന്തോ സംഭവിച്ചിട്ടുണ്ട് ആ മുഖഭാവങ്ങൾക്ക്. ഹാ, താൻ ഇങ്ങനെയാണോ ചോദിക്കുന്നത്? വാദി പ്രതിയാകുന്ന ഏർപ്പാടോ? നിങ്ങളുടെ പൊട്ടംകളി ഞങ്ങൾ ഇന്നത്തോടെ അവസാനിപ്പിക്കും. എല്ലാം അറിഞ്ഞുകൊണ്ട് ഒന്നും അറിയില്ലെന്ന് ഭാവിക്കുക അല്ലേ? വന്നു കൂടിയവരിൽ ഒരാൾ മുന്നോട്ട് കയറി വന്നു. മേനോൻ സ്തംഭിച്ചു പോയി. അന്നോളം താൻ കാണാത്ത മുഖമായിരുന്നു സ്വന്തം നാട്ടുകാർക്ക്. പകച്ച് ചുറ്റും നോക്കാനേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. ഇന്നോളം ഈ പടിക്കൽ വന്നോ തൻ്റെ മുഖത്ത് നോക്കിയോ ഒറ്റ ആളും ഒരു കറുത്ത വാക്ക് പറഞ്ഞിട്ടില്ല. അതിനുള്ള കാരണവും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു രാത്രി കൊണ്ട് ഇങ്ങനെ ഒരു മാറ്റം വരാൻ എന്തേ? ഗ്രാമത്തിലെ എല്ലാവർക്കും സമ്മതനായ വ്യക്തി, ബഹുമാനിതനായ മനുഷ്യൻ, ആർക്കും തന്നെ കൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാകരുതെന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ് വാസുദേവ മേനോൻ. കൈ അയച്ച് തന്നെ കഴിയുന്നിടത്തോളം സഹായം ചെയ്യുന്നതിൽ മുൻപൻ. കലാകാരന്മാരോട് പ്രത്യേക സ്നേഹവും താല്പര്യവുമായിരുന്നു മേനോന്. അത്തരക്കാർക്ക് ഏത് പാതിരാ നേരത്തും വലിയ വീടിനെ ആശ്രയിക്കാം. സ്വത്തിന്റെ നല്ലൊരു ഭാഗം ഇങ്ങനെ കലാകാരന്മാർക്ക് വേണ്ടിയാണ് അദ്ദേഹം ചെലവഴിച്ചു കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. പക്ഷേ എത്ര തേവിയാലും വറ്റാത്ത നീരുറവ് പോലെയായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ സ്വത്ത്. കൊടുക്കുന്തോറും ഏറിടും എന്ന ചൊല്ല് മേനോനെ കുറിച്ച് പറയുമ്പോൾ അന്വർത്ഥമാകുന്നു. നാട്ടിൽ ഏതു കാര്യത്തിനും മേനോൻ മുമ്പനായി ഉണ്ടായിരുന്നു. അദ്ദേഹം അതിനൊരുങ്ങിയാൽ പിന്നിൽ നിൽക്കാൻ ഗ്രാമം മുഴുവനും ഉണ്ടാകാം. മേനോന്റെ സഹകരണം ഒന്നു മാത്രം മതിയല്ലോ തങ്ങളുടെ അന്തസ് ഉയരാൻ. ഇന്നലെ വരെ അങ്ങനെയായിരുന്നു. ഒരൊറ്റ രാത്രി കൊണ്ട് പിന്നെ എന്തേ ഉണ്ടായത്? മേനോന് അത്ഭുതത്തേക്കാളേറെ സങ്കടമായിരുന്നു. ഇന്നലെ വൈകുന്നേരം വരെ തന്റെ മുന്നിൽ ബഹുമാനത്തോടെ നിന്നിരുന്നവരാണ് മുണ്ടും മടക്കി കുത്തി രൂക്ഷഭാവങ്ങളോടെ നിൽക്കുന്നത്. ക്ഷോഭിച്ച് സംസാരിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? കാര്യങ്ങൾ എനിക്കുകൂടി മനസ്സിലാകുന്ന ഭാഷയിൽ പറയേ.
സ്വാഭാവികമായ ശാന്തതയോടെയാണ് മേനോൻ സംസാരിച്ചത്. ഇന്നലെ വരെ ഞങ്ങൾ നിങ്ങളെ ബഹുമാനിച്ചത് നേരാണ്. പക്ഷേ ഒരു വിഷപ്പാമ്പിനെയാണ് താലോലിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. മേനോനെ, എന്തു ചെയ്താലും ആരും ചോദിക്കാനില്ലാത്ത ഒരു കാലം നിങ്ങൾക്കുണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഇക്കാലത്ത് അത് നടപ്പില്ല. പിന്നെയും നിങ്ങൾ കാട് കയറുന്നു. കാര്യം എന്താണെന്ന് പറയൂ മാധവൻ നായരെ. ക്ഷമയുടെ നെല്ലിപ്പലകയിലാണ് മേനോൻ. നിങ്ങൾക്ക് നല്ലോണം അറിയാവുന്ന കാര്യം ഇനി ഞങ്ങൾ പറഞ്ഞിട്ട് വേണോ നിങ്ങൾ അറിയാൻ? ശോഭിക്കുകയല്ലാതെ അപ്പോഴും അയാൾ കാര്യം പറഞ്ഞില്ല. മേനോൻ നേർത്ത പുഞ്ചിരിയോടെ ഓരോ മുഖങ്ങളിലേക്കും മാറി മാറി നോക്കി. ഏത് ശോഭത്തിന്റെ മുന്നിലും അങ്ങനെ നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയും. അല്ലെങ്കിൽ മനസാക്ഷിക്ക് മുന്നിൽ തെറ്റുകാരനല്ലെന്ന് ബോധ്യമുള്ള ആരും ആരെയും ഭയപ്പെടേണ്ടതില്ല. യാതൊരു തെറ്റും ചെയ്തതായി ഓർമ്മ പോലുമില്ലാത്ത മേനോന്റെ മാനസികാവസ്ഥ പക്ഷേ വന്നുകൂടുന്നവർക്ക് പ്രശ്നമേ അല്ലായിരുന്നു. മേനോന്റെ സൗമ്യത അവരുടെ കോപം ഇരട്ടിപ്പിച്ചതേയുള്ളൂ. താൻ എന്തിനാണ് അവളെ കൊന്നതെന്ന് പറഞ്ഞേരെ മേനോനെ. അവൾ നിങ്ങളോട് എന്ത് ചെയ്തു? ഒഴിവാക്കാനായിരുന്നേൽ വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ടായിരുന്നു. ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നോ? മേനോൻ ഉഗ്രമായൊന്ന് ഞെട്ടി. കൊന്നെന്നോ? ആരെ ആരെ കൊന്നെന്ന്? ഓർക്കാപ്പുറത്ത് മേനോന്റെ മനസ്സിലൊരു കാലൻ പക്ഷി കൂവി. അതും പറയണമായിരിക്കും. നിങ്ങളുടെ ആ നൃത്തക്കാരിയില്ലേ, ഉണ്ണിമായ, അവളെ ഇന്നലെ രാത്രി നിങ്ങൾ കൊന്നു. കാലം പക്ഷി കൂവിയപ്പോൾ മരണം ആരുടേതാകുമെന്ന് കരുതിയിരുന്നു. അതൊരു കൊലപാതകമാവുന്ന തെല്ലൊരു പ്രതീക്ഷ പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് നല്ല നിശ്ചയമുണ്ട് അവളെ കൊന്നത് നിങ്ങളാണ്. കഷ്ടം, മകളുടെ പ്രായമുള്ള ഒരു പെണ്ണിനെ. വാസുദേവ മേനോന്റെ ചെവികൾ കൊട്ടിയടച്ചു. തലച്ചോറിൽ വെള്ളിടി വെട്ടി. അദ്ദേഹം മുഖമടച്ചു കിട്ടിയ ഒരടിയുടെ ആഘാതത്തിൽ എന്നോണം തരിച്ചു നിന്നു. തൊണ്ടയിൽ ജലം വറ്റി. എന്തോ പറയാൻ ആ ചുണ്ടുകൾ വിതുമ്പി. ഉണ്ണിമായ. ഒടുവിൽ തേങ്ങലായി ശബ്ദം പുറത്തണഞ്ഞു. ഉണ്ണിമായ കൊല്ലപ്പെട്ടെന്നോ? അവളെ കൊലപ്പെടുത്തിയത് താനാണെന്നോ? എന്തൊക്കെയാണ് താനീ കേൾക്കുന്നത്? മേനോന്റെ തലയിൽ പെരുപ്പ് കയറി. ശരീരം അപ്പാടെ തളർന്നു. അദ്ദേഹം പുറകോട്ട് മറിയുന്നത് കണ്ട് മകൻ ജയശേഖരൻ താങ്ങി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അച്ഛനെ എനിക്കറിയാം. ആരോ മനഃപൂർവ്വം അച്ഛനെ പ്രതിയാക്കുകയാണ്. കുറച്ചു കാലമായി തങ്ങൾക്കെതിരെ ആരൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ട്. ആരാണെന്നറിയില്ല. അവരുടെ ഉദ്ദേശവും വ്യക്തമല്ല. പെട്ടെന്നൊരു ദിനം മുതൽ ശത്രുത തോന്നാൻ തങ്ങൾ ആരെ എന്ത് ചെയ്തിട്ടാണ്? അച്ഛനെയും താങ്ങിയെടുത്തുകൊണ്ട് രാജശേഖരൻ മുറിയിലേക്ക് കയറി. പുറത്ത് പുളയുന്ന രോഷങ്ങൾക്ക് നേരെ അവൻ കണ്ണു കാതും പൂട്ടി. അങ്ങനെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട മേനോനെ. തൽക്കാലം ഞങ്ങൾ പോയേക്കാം. പക്ഷേ ഉണ്ണിമായയെ അടക്കും മുമ്പ് നിങ്ങളെ കൊണ്ട് ഞങ്ങൾ സമാധാനം പറയിപ്പിക്കും. അന്ത്യഭീഷണി പോലെ അത്രയും കൂടെ പറഞ്ഞിട്ടേ അവർ തറവാടിന്റെ മുന്നിൽ നിന്ന് മാറാൻ തുടങ്ങിയുള്ളൂ. ആ സംഭവം വലിയ വീട്ടിൽ തറവാടിനെ തകർത്ത് കളയുമെന്ന് ആരും കരുതിയില്ല. അല്ലെങ്കിൽ അതിനു വേണ്ടിയാണോ അത്തരമൊരു പ്രക്ഷോഭമുണ്ടായതെന്ന് സംശയിക്കണം. പിന്നിൽ ആരുടെ കറുത്ത കരങ്ങളാണ് പ്രവർത്തിച്ചതെന്ന് അറിയില്ലെങ്കിലും മുന്നണി പടയാളികൾ ചിരപരിചിതരായിരുന്നു. ഗ്രാമത്തിലെ ഏറ്റവും നല്ല കലാകാരിയായിരുന്നു ഉണ്ണിമായ, നർത്തകി. അവളെ അത്രയും പ്രസിദ്ധനാക്കിയതിനു പിന്നിൽ വാസുദേവ മേനോൻ മാത്രമായിരുന്നു. ഒരച്ഛന് മകളോടുള്ള സ്നേഹത്തിനപ്പുറം യാതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിന് അദ്ദേഹം അറിയാതെ അണിയറയിൽ നൂറ് വ്യാഖ്യാനങ്ങളുണ്ടായി. അവളെ ക്രൂരമായി കൊലപ്പെടുത്തിയതിലൂടെ മേനോനെ നിലം പരിശാക്കണമെന്ന് കണ്ടെത്തിയ കുബുദ്ധികൾ ആരൊക്കെയായിരുന്നു? ഏതായാലും ദുർബുദ്ധി തന്നെയാണ് വിജയിച്ചത്. ഉണ്ണിമായുടെ മരണത്തോടെ വലിയ വീടിന്റെ അടിത്തറ ഇളകി. അന്നോളം ഉയർത്തിപ്പെടുത്തി കൊണ്ടുവന്ന എല്ലാ അന്തസ്സും പൊലിഞ്ഞു. മേനോൻ മൗനിയായി. തറവാട് ക്ഷയിക്കാൻ തുടങ്ങി. ഗ്രാമത്തിൽ വലിയ വീട് ഒറ്റപ്പെട്ടു. വലിയ വീട്ടിലെ അംഗങ്ങളെ ആരും ഗൗനിക്കാതായി. ഗ്രാമത്തിലെ ജീവിതം ദുസ്സഹമാവുകയാണ്. എന്താണ് ഒരു പോംവഴിയെന്ന് ഇരവ് പകലുകൾ മുഴുവൻ ചിന്തിച്ചു. മുമ്പിൽ അങ്ങനെയൊന്ന് കണ്ടിരുന്നെങ്കിൽ. ഗ്രാമത്തിലെ പുതുപ്പണക്കാരനായ മേടയിൽ വറീതും മക്കളുമായിരുന്നു. സംഭവിക്കേണ്ടത് കാലാകാലങ്ങളിൽ സംഭവിക്കുമെന്ന് നിങ്ങളുടെ കൃഷ്ണൻകുട്ടി ദൈവം തന്നെ പറഞ്ഞിട്ടില്ലേ മേനോനെ? ഒക്കെ അങ്ങനെ അങ്ങ് കരുതിയാൽ മതി. പൊള്ളക്കണിയാരും പൊട്ടുന്നത് പോലെ ഒരു ചിരിയോടെ വറീത് പറഞ്ഞു. ഈ നാട്ടിൽ നിന്ന് മറ്റെങ്ങോട്ടെങ്കിലും മാറാൻ നോക്ക്. ഇവിടെ നിങ്ങൾക്ക് എന്നും വ്യസനങ്ങളെ നൽകൂ. തയ്യാറാണെങ്കിൽ മേനോനെ ഞാൻ സഹായിക്കാം. മേനോന്റെ തറവാടും പുരയിടങ്ങളും ഞങ്ങൾ വാങ്ങാം. അയാൾ കാര്യമേതുമില്ലാതെ അപ്പോഴും ചിരിച്ചു. മേനോൻ മറുപടി ഒന്നും പറഞ്ഞില്ല.
പക്ഷേ ആ മൗനം 1000 നാവുള്ള മറുപടി തന്നെയായിരുന്നു. മേനോനെ ആ ഗ്രാമത്തിൽ നിന്ന് അകറ്റേണ്ടത് ആരുടെയൊക്കെയോ ആവശ്യമായിരുന്നു. താനൊരു ശത്രുവലയത്തിലാണെന്ന് മാത്രം ആ ശുദ്ധഗതിക്കാരൻ ഒരിക്കലും അറിഞ്ഞില്ല. പിന്നീടുണ്ടായതെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. പൊന്നിൻ ചിലങ്കയുടെ ജനജനൽക്കാരം, കാറ്റു തട്ടിയ വിരലൻ നോടി മൃദംഗത്തിന്റെ മൃദുല രാഗം. കരിവളയിട്ട കൈകളൊന്ന് ചലിച്ചു. നീർമിഴികൾ ഇടംപാകെ ചലിച്ചു. വലതുകാൽ മുന്നോട്ടൊരു ചുവട് വെച്ചു. ഉണ്ണിമായ നൃത്തത്തിനൊരുങ്ങയാണ്. വീർപ്പടക്കിയിരിക്കുകയാണ് നൃത്തമണ്ഡപം. ചടുലമായ അവളുടെ ചലനങ്ങൾക്കിനി ദ്രുതതാളം ലഹരി പകരും. നൃത്തമണ്ഡപം ഒരു മായാലോകവും. വാസുദേവമേനോന്റെ ശരീരം കുളിരുമൂടി. ഒരു സ്വപ്ന വിഭ്രാന്തിയിൽ എന്നോണം ധരിച്ചിരിക്കാനേ തനിക്ക് കഴിയൂ എന്ന് അദ്ദേഹം അറിഞ്ഞു. ചിലങ്കതാളം ലയതാള സമ്മിശ്രമായി. ഉണ്ണിമായുടെ ചുവടുകൾ ഉച്ചസ്ഥായിയിൽ ചലിച്ചു. ഇവളുടെ ചുവടുകളുടെ ചലനം നിലയ്ക്കാതിരുന്നെങ്കിൽ, അവിരാമം, അനുസ്യൂതം, ലോകാവസാനം ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ കഴിഞ്ഞെങ്കിൽ. അങ്ങനെ ആലോചിച്ച ഏതോ ഒരു നിമിഷത്തിൽ തന്നെ പൊടുന്നനെ ചിലങ്കകളുടെ താളധാര ഇടമുറിഞ്ഞു. വളകിലുക്കം നിലച്ചു. വീണകമ്പികൾ ചലനമറ്റു. വാസുദേവമേനോൻ ചാടിപ്പിടഞ്ഞെണീറ്റു. അദ്ദേഹത്തിന്റെ ശരീരം വിയർപ്പിൽ കുളിച്ചിരുന്നു. തീക്ഷ്ണമായ ഇരുട്ടാണ് മുറിയിൽ. ആ ഇരുട്ടിലേക്ക് അദ്ദേഹം മിഴിച്ചു നോക്കി. എവിടെ ഉണ്ണിമായ? എവിടെ നൃത്തമണ്ഡപം? വീണ വേണു മൃദംഗധ്വനി സംഗമം എവിടെ? ഇല്ല, ഒന്നുമില്ല. വല്ലാത്തൊരു സ്വപ്നം. ഈയിടെ പല ദിവസങ്ങളായി ആ സ്വപ്നം ആവർത്തിക്കുന്നു. മേനോൻ ചിന്താതീതനായി കട്ടിലേക്ക് തന്നെ ചെരിഞ്ഞു. ഇന്നിനി ഒരുപോലെ കണ്ണടയ്ക്കലുണ്ടാവില്ല. തന്റെ ഉറക്കം കെടുത്താൻ ഉണ്ണിമായ എന്തിനെ ഇങ്ങനെ സ്വപ്നത്തിൽ എത്തുന്നു? അവൾക്ക് തന്നെ വലിയ ഇഷ്ടമായിരുന്നു. തനിക്കും അങ്ങനെ തന്നെയായിരുന്നല്ലോ. ഉണ്ണിമായെ സ്വപ്നത്തിൽ കണ്ട കാര്യം വല്ലവരോടും പറഞ്ഞാൽ അവർ തന്നെ സംശയിക്കുമെന്ന് തീർച്ച. അല്ലെങ്കിലും സംശയത്തോടെ അല്ലാതെ ആരും തന്നെ വീക്ഷിക്കുന്നില്ലല്ലോ. എൻ്റെ ഉണ്ണി, ഞാൻ ആരോടാണ് എൻ്റെ മനസ്സൊന്ന് വെളിപ്പെടുത്തുക? ആരാണ് എന്നെ ഒന്ന് വിശ്വസിക്കുക? മേനോന്റെ ഇടനെഞ്ചിൽ നിന്നൊരു തേങ്ങൽ ഉയർന്നു. ഉറക്കമില്ലാത്ത ഒരു രാത്രി കൂടി ആവർത്തിക്കുകയാണ്. മുമ്പ് പല രാത്രികളുടെയും മറ്റൊരാവർത്തനം കൂടി. അല്ലെങ്കിലും ഇന്ന് ഉറങ്ങാൻ കഴിയുമായിരുന്നില്ല. നാളെ പുലരുമ്പോൾ മേനോന്റെ അവസ്ഥയെക്കുറിച്ച് ഗ്രാമം അപ്പാടെ അറിയും. വലിയ വീട്ടിൽ തറവാടില്ലാതെയാകുന്ന ദിവസമാണ് നാളെ. എന്തൊരു ദുര്യോഗമാണ് വന്നു ഭവിച്ചിരിക്കുന്നത്. എല്ലാം ഇത്ര പൊടുന്നനെ. ഇത്തരമൊരു ദുരന്തം വന്നു ഭവിക്കുന്നവരുടെ എണ്ണം വിരലിൽ എണ്ണാൻ പോലും ഉണ്ടാവില്ല. ഒരു രാജാവിന് ഒറ്റ ദിവസം കൊണ്ട് കിരീടം നഷ്ടപ്പെട്ടെന്നിരിക്കും. സമ്പന്നൻ നിർധനനായെന്നും വരും. തന്നെപ്പോലെ ഭിക്ഷക്കാരെക്കാളും താണ നിലയിലേക്ക് ഒറ്റ നിമിഷം കൊണ്ട് കൂപ്പുകുത്തേണ്ട ഗതികേട് പക്ഷേ ആർക്കും ഉണ്ടാവില്ല. മേനോൻ ഒന്ന് നിശ്വസിച്ചു. ഇനിയൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. തന്റെ വിധിയേറ്റു വാങ്ങാൻ മനസ്സ് സന്നദ്ധമായി കഴിഞ്ഞു. വീട്ടിലെ മറ്റംഗങ്ങളും തയ്യാറായി കഴിഞ്ഞു. തരിവളക്കിലുക്കങ്ങളും ചിലങ്കനാദങ്ങളും മൃദംഗധ്വനികളും ഉറങ്ങിക്കിടക്കുന്ന വലിയ വീട്ടിൽ തറവാട്ടിലെ നാളത്തെ രാത്രി തൻ്റേതല്ല, തങ്ങളുടേതല്ല. മക്കൾ ആരും തന്നെ കുറ്റപ്പെടുത്തുകയില്ലെന്ന് തീർച്ചയാണ്. സത്യമറിയാവുന്നവരാരും തന്നെ കുറ്റപ്പെടുത്തുകയില്ല. താൻ ശത്രുക്കളെയും കുറ്റപ്പെടുത്തുന്നില്ല. ശത്രുക്കളുണ്ടെന്ന് വിശ്വസിക്കുന്നുമില്ല. ഇപ്പോഴും പിടികിട്ടാത്തതായി തനിക്ക് ഒന്നേയുള്ളൂ. ഇതെല്ലാം എങ്ങനെ സംഭവിച്ചതാണ് ഈശ്വരന് മാത്രം അറിയാം. ആ രാത്രിയും അങ്ങനെ പുലർന്നു. ഉന്മേഷത്തോടെ ഉദിക്കാറുള്ള തറവാട്ടിലെ ആ പുലരി പക്ഷയെ മരണവീടിന്റെ തേങ്ങലുമായാണ് പുലർന്നതെന്നു മാത്രം. ആരും ആരും ഒന്നും പറയുന്നില്ല. വാസുദേവമേനോൻ നാലുകെട്ടിന്റെ ഉമ്മറത്തെ ചാരുകസേരയിൽ വന്നു കിടന്നു. ഇന്ന് അല്പനേരത്തേക്കു കൂടിയേ തറവാട്ടുകാരനവരായി ഇവിടെ കിടക്കാനുള്ള യോഗമുള്ളൂ. നഷ്ടപ്പെടുമെന്ന് ഓർക്കുമ്പോൾ നാളെയും ഇങ്ങനെ കിടക്കാൻ കഴിഞ്ഞെങ്കിലെന്നൊരു വ്യാമോഹം തോന്നുന്നു. മേനോൻ ഒരു നെടുനിശ്വാസം ഉതിർത്തു. ആ കണ്ണുകൾ തറവാട്ടുവളപ്പിലാകെ മേഞ്ഞു നടന്നു. ഏക്കറുകളുടെ വിസ്തൃതിയുമായി കിടക്കുന്ന പുരയിടങ്ങൾ അപ്പാടെ നഷ്ടപ്പെടുകയാണ്. വേണ്ട, ഒന്നും ഓർമ്മിക്കേണ്ട. ജനിച്ചു വളർന്ന വീട് നഷ്ടപ്പെടുന്നതിനപ്പുറം ഒന്നുമില്ലല്ലോ മറ്റൊന്നും. പുലരും മുമ്പ് പുറത്തെവിടെയോ പോയിരുന്ന മകൻ രാജശേഖരൻ പടി കയറി വന്നു. ഊർജ്ജസ്വലതയല്ലാതെ അവന്റെ മുഖത്ത് വ്യസനഛായകളുമില്ല. എന്തെങ്കിലും സംഭവിക്കുന്നു എന്ന് അവന്റെ മുഖത്ത് നോക്കി ആർക്കും പ്രവചിക്കാനാവില്ല. എല്ലാം നഷ്ടപ്പെട്ടതോർത്ത് ഏറെ വേദനിക്കേണ്ടത് അവനാണ്.
സമ്പന്നതയുടെ മടിയിൽ നിന്നും ഭിക്ഷക്കാരനേക്കാൾ കഷ്ടമായ ഒരു പതനത്തിലേക്ക് കൂപ്പുകുത്താൻ പോവുകയല്ലേ. കുറ്റപ്പെടുത്തുന്നതിനു പകരം അവൻ തന്നെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തതെന്ന് മേനോൻ ഓർത്തു. അച്ഛൻ വേദനിക്കരുത്. എന്തുണ്ടായാലും അംഗീകരിക്കാൻ തയ്യാറാണ് ഞങ്ങളുടെ നില. പക്ഷേ അച്ഛൻ തളരുകയാണെന്ന് അറിഞ്ഞാൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരും. നിർജീവമായ നയനങ്ങളോടെ അവനെ ഉറ്റുനോക്കാൻ മാത്രമേ മേനോന് കഴിഞ്ഞുള്ളൂ. നമുക്ക് എല്ലാം ഉണ്ടായിരുന്നു, നാളെ മുതൽ ഒന്നുമില്ലാതെയാകുന്നു. ആ അവസ്ഥയും അനുഭവിക്കാൻ തയ്യാറാണ് അച്ഛൻ ഞങ്ങൾ. നമ്മൾ ആർക്കും ഉപദ്രവങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ശാശ്വതമായി നമ്മെ ഉപദ്രവിക്കാൻ ആർക്കും കഴിയില്ലെന്ന് തീർച്ചയാണ്. തൽക്കാലം കുറെ ബുദ്ധിമുട്ടുകൾ സമ്മാനിക്കാൻ ആർക്കും കഴിയും. എന്നും അത് ചെയ്യാൻ ഈശ്വരന് പോലും അസാധ്യമാണ്. തന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് മകൻ കാണാതിരിക്കാൻ മേനോൻ മുഖം തിരിച്ചു. രാജശേഖരൻ അച്ഛന്റെ മുന്നിലെത്തി നിന്നു. ഇപ്പൊ തന്നെ പുറപ്പെട്ടാലോ അച്ഛാ? അവർ വന്ന് നമ്മുടെ വീട്ടിൽ കുടിയിരിക്കുന്നത് കാണാൻ നിൽക്കണോ? ഞാനൊരു വീട് കണ്ടുവച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ചെറിയ വീടാണ്, ചെറിയ സൗകര്യങ്ങളേ ഉള്ളൂ. പക്ഷേ അത് മതി അച്ഛാ. വീടിന്റെ വലിപ്പത്തിലൊന്നും യാതൊരു കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. രാജശേഖരൻ പുഞ്ചിരിച്ചു. വ്യസനത്തിന്റെ ലാഞ്ചന പോലുമില്ലാത്ത പുഞ്ചിരി. അത് വേണ്ട, അവർ വരട്ടെ. അതുവരെ അച്ഛൻ ഈ ചാരുകസേരയിൽ കിടക്കാൻ ഒരു കൊതി തോന്നുന്നു. അച്ഛന്റെ വാക്കുകൾ തൊണ്ടയിൽ ഇടമുറിയുന്നത് രാജശേഖരൻ അറിഞ്ഞു. അച്ഛന്റെ മാനസികാവസ്ഥ ശരിക്കും മനസ്സിലാകുന്നുണ്ട്. ഞാൻ യാത്രയ്ക്ക് ഒരുക്കട്ടെ, എല്ലാം കെട്ടിപ്പൊറുക്കി വയ്ക്കാം. ഇന്ന് തന്നെ നമുക്ക് വാടക വീട്ടിൽ താമസം ആരംഭിക്കണം. രാജശേഖരൻ ഉത്സാഹത്തോടെ അകത്തു കയറി. അവൻ ഉത്സാഹം ഭാവിക്കുകയാണെന്ന് മേനോന് നന്നായി അറിയാം. ഉള്ളിൽ തിളച്ചു മറിയുന്ന ലാവയും ഒളിപ്പിച്ച് പുറമെ ശാന്തത കാട്ടുന്ന അഗ്നിപർവ്വതമാണ് അവൻ. ഉള്ളിലെ വിചാരങ്ങൾ പുറത്തണയാതിരിക്കുന്നത് ഒരു കണക്കിന് ഭാഗ്യം തന്നെയാണ്. വെയിൽ പരന്നു കഴിഞ്ഞിരുന്നു. വെയിലിന് കുറച്ചുകൂടി ചൂട് കൂടിയ നേരത്ത് അവർ വന്നു. 2 മാരുതി കാറുകളിലായിട്ടാണ് അവരെത്തിയത്. അവർ മേടയിൽ വറീദും മക്കളും, ഒപ്പം അവരുടെ അളവുകാരും. മുള ചീന്തുന്ന ശബ്ദത്തിൽ ഉറക്കെ ചിരിച്ചുകൊണ്ടാണ് വറീച്ചൻ കാറിൽ നിന്ന് ഇറങ്ങിയത് തന്നെ. രാവിലെ ഞങ്ങൾ അങ്ങ് തുടങ്ങാൻ പോവുകയാ മോനോനെ. ഇപ്പൊ തുടങ്ങിയാലേ വൈകിട്ടത്തേക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അവസാനിക്കൂ. അത്രയും കൂടി പറഞ്ഞിട്ട് പിന്നിലെ കാറിലേക്ക് നോക്കി വറീച്ചൻ വിളിച്ചു പറഞ്ഞു. ആ സഞ്ചിയിലെ പണം നീ തന്നെ മേനോന് കൊണ്ടു കൊടുക്കട ജെയിംസേ. ആ കാറുകളിലേക്കും അതിൽ വന്നവരെയും തളർന്ന ഒരു പുഞ്ചിരിയോടെ മേനോൻ ധരിച്ചു നോക്കിയിരിക്കുകയായിരുന്നു. ആ വളവിൽ അളവു ചങ്ങലയുടെ കിലുക്കം ആരംഭിക്കുന്നു. തൻ്റെ മണ്ണിലൂടെയല്ല, ഹൃദയത്തിലൂടെയാണ് ആ ചങ്ങല വലിയുന്നതെന്ന് മേനോന് തോന്നി. ആ ഹൃദയം പിടഞ്ഞു. ജെയിംസ് പണസഞ്ചി മേനോന്റെ മുന്നിൽ വെച്ചു. ഒരു പുതുപ്പണക്കാരന്റെ ധാർഷ്ട്യം അവന്റെ വേഷങ്ങളിലും ചലനങ്ങളിലും പ്രകടമായിരുന്നു. രാജശേഖരൻ വീട്ടുപകരണങ്ങൾ അടുക്കിപ്പെറുക്കി കെട്ടുകളാക്കി മുറ്റത്ത് കൊണ്ടുവയ്ക്കാൻ ആരംഭിച്ചു. ജെയിംസ് അത് ശ്രദ്ധിച്ചു. അവൻ അപ്പനു നേരെ തിരിഞ്ഞ് കണ്ണുകൊണ്ട് എന്തോ സംസാരിച്ചു. അതൊക്കെ എന്തിനാ മോനെ അടുക്കി പെറുക്കുന്നെ? വീട് ഞാൻ വിലക്കെടുത്തത് അതിനുള്ളിലെ ഉപകരണങ്ങളോട് കൂടിയാണ്. ചെല്ലുന്ന വീട്ടിൽ കഞ്ഞി വെക്കാൻ വേണമെങ്കിൽ 1 or 2 പാത്രങ്ങൾ എടുത്തോ, ബാക്കിയൊന്നും കൊണ്ടുപോകാൻ വ്യവസ്ഥയിലില്ലല്ലോ. വറീച്ചൻ പൊള്ളച്ചിരി ചിരിച്ചു. അയാളുടെ കച്ചവട മനസ്ഥിതിയും ക്രൂരതയും വ്യക്തമാക്കുന്ന വാക്കുകളായിരുന്നു അത്. മേനോൻ നടുങ്ങി. രാജശേഖരന്റെ മുഖത്ത് ആദ്യമായി ഒരു ദൈന്യഭാവം കണ്ടു. അവൻ അച്ഛനെ ശ്രദ്ധിച്ചു. ഒന്നും വേണ്ട മോനെ, ഇതെല്ലാം അവരുടേതാണ്. നമുക്ക് ഈ വീട് ഒഴിഞ്ഞു കൊടുക്കാം. വസ്ത്രങ്ങൾ മാത്രം കൊണ്ടുപോകാൻ വറീച്ചൻ അനുവദിച്ചു. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ വലിയ വീട്ടിൽ തറവാട്ടിന്റെ മുറ്റത്ത് നിന്ന് മേനോനും കുടുംബാംഗങ്ങളും കയറിയ പഴഞ്ചൻ ടാക്സിക്കാർ യാത്ര തിരിച്ചു. ഞാൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ വറീദേ. അളന്നു തിരിക്കുമ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പരിഹരിച്ചു തരാം. കൂടുതലുണ്ടെങ്കിൽ അതും തനിക്കിരിക്കട്ടെ. കാർ അകന്നു പോകുന്നത് നോക്കി നിന്ന വറീച്ചന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉദിച്ചു. വൈകുന്നേരത്തോടെ അളവുകൾ അവസാനിപ്പിക്കാമെന്ന് കരുതിയെങ്കിലും അതിന് കഴിഞ്ഞില്ല. തുടങ്ങിയ നിലയ്ക്ക് രാത്രിയായാലും തീർത്തിട്ടേ പോകുന്നുള്ളൂ എന്ന് വറീച്ചൻ തീരുമാനിച്ചു. അത് തൻ്റെ കഷ്ടകാലത്തിനായിരിക്കുമെന്ന് വറീച്ചൻ അപ്പോൾ നിരൂപിച്ചതേയില്ല. പക്ഷേ അങ്ങനെയാണ് ഉണ്ടായത്. കാടും പടലും പിടിച്ചു കിടക്കുന്ന പുഞ്ചയുടെ ഓരത്തേക്ക് അളവുകാരുടെ കൂടെ നടന്നു ചെന്ന വറീച്ചൻ യാദൃശ്ചികമായാണ് അത് കണ്ടത്. ഒരു വല്ലാത്ത കാഴ്ച. വറീച്ചന്റെ നടുക്കം അതിഭയങ്കരമായിരുന്നു. അറിയാതെ അയാളുടെ തൊണ്ടയിൽ നിന്നൊരാർത്തനാദമുയർന്നു. കാട്ടുകോഴികൾ ചിറകടിച്ചു പാർന്നു.
ഒരിക്കൽ കൂടി നോക്കാനുള്ള ത്രാണി ഉണ്ടായിരുന്നില്ല വറീച്ചന്. പകൽ മാഞ്ഞതേയുള്ളൂ, സന്ധ്യ വന്നതേയുള്ളൂ. കണ്ടത് പകൽക്കിനാവല്ല, ദുസ്വപ്നവുമല്ല. താൻ ഉറക്കെ നിലവിളിച്ചുവെന്ന് മകൻ ഓടിയെത്തിയപ്പോഴാണ് ബോധ്യമായത്. ഒപ്പം അളവുകാരും സഹായികളുമൊക്കെ പാഞ്ഞു വന്നു. എന്താ മുതലാളി, ഇഴന്നതു വല്ലോം? ചുറ്റുപാടും കുറ്റിക്കാടുമൊക്കെ കണ്ണുകൊണ്ട് പരത്തിക്കൊണ്ടാണ് റിട്ടയേർഡ് തഹസിൽദാരുടെ ചോദ്യം. ഒരു ഹൈന്ദവന്റെ വീട്ടുവളപ്പല്ലേ, ഇഴയുന്നത് വല്ലതുമൊക്കെ കാണും. വേലിയെ കിടക്കുന്നതിനെ തോളിലിടുന്ന ദൈവങ്ങളുണ്ട്. അപ്പോ ആ ദൈവങ്ങളെ ആരാധിക്കുന്നവന്റെ വളപ്പിൽ അതല്ല അതിലപ്പുറവും വിളയും. മറീച്ചൻ മറുപടി പറഞ്ഞില്ല. പക്ഷേ ആ കണ്ണുകൾ പുഞ്ചയുടെ മാറിലെ ചതുപ്പിനു നേരെ വിഹ്വലതയോടെ തിരിഞ്ഞു. ആ വളപ്പിലാകെ ഒരു തരം വല്ലാത്ത കാറ്റടിക്കാൻ തുടങ്ങിയിരുന്നു. വയസ്സം മരങ്ങളിൽ തലകീഴായി തൂങ്ങിക്കിടന്നിരുന്ന സർവ്വ കടവാവലുകളും ഉണർന്ന് പറക്കാൻ തുടങ്ങിയിരുന്നു. കാറ്റിനാകെ ചേറുമണം, അഴുകിയ കറ്റച്ചോടുകളുടെ മടുപ്പിക്കുന്ന ഗന്ധം. ഒന്ന് രണ്ട് പെട്രോമാക്സുകളും കത്തിച്ച് ചില ജോലിക്കാർ വന്നു. മേടയിൽ ബംഗ്ലാവിൽ നിന്ന് വലിയ വീട്ടിലേക്ക് ആദ്യ ലോഡ് വീട്ടുസാധനങ്ങൾ വന്നു. ഇനിയും ഒന്ന് രണ്ട് ലോഡ് കൂടി ഇറക്കാനുണ്ട്. എല്ലാം രാത്രിയിൽ തന്നെ എത്തിക്കണമെന്നും വെളുപ്പാകുമ്പോഴേക്കും അതാതിടത്ത് അടുക്കണമെന്നും മറീച്ചന് നിർബന്ധമുണ്ടായിരുന്നു. നാളെ നേരം വെളുക്കുമ്പോൾ വലിയ വീടിന്റെ പൂമുഖത്ത് അലുമിനിയം ഫ്രെയിമുള്ള ആടുന്ന ചാരുകസേരയിൽ ഇരിക്കുന്ന തന്നെ കണ്ടുകൊണ്ടു വേണം ഗ്രാമം ഉണരാൻ. ഗ്രാമത്തിലെ ഏറ്റവും മുന്തിയ തറവാട് സ്വന്തമാക്കിയതിന്റെ ഗമ എല്ലാവരും കാണട്ടെ. ചില്ലറ കാര്യമൊന്നുമല്ലാതെ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് പെട്രോമാക്സുകൾ. എടാ, ആ ലോഡ് ഇറക്കാൻ വരട്ടെ എന്ന് പറ. തളർന്ന ശബ്ദമായിരുന്നു മറീച്ചന്റെ. അത്രയും നേരം ഊർജ്ജസ്വലനായി നിന്നിരുന്ന അപ്പന് ഒറ്റ നിമിഷം കൊണ്ട് ഇങ്ങനെയൊരു മാറ്റം വരാനെന്തേ കാരണം? എല്ലാറ്റിനും, അതെ, എല്ലാറ്റിനും മുൻകൈയെടുത്ത അപ്പൻ ഗ്രാമത്തിലെ ഒന്നാം മകനാകാൻ ഒരിക്കലും ചെയ്യരുതാത്തതുകൂടി ചെയ്തിട്ട്. അതെന്താ അപ്പച്ച? അവർക്ക് തിരിച്ചു ചെന്നിട്ട് വേണ്ടേ അടുത്ത ലോഡ് കയറ്റാൻ? അവൻ അത്ഭുതത്തോടെയാണ് ചോദിച്ചത്. എന്തെങ്കിലും കാര്യമുണ്ടാകും, അത് തങ്ങളോട് പറയേണ്ട കാര്യമുണ്ടാവില്ല. നേരം കളയാതെ ബാക്കി കൂടി അളർന്നു തീർക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു തഹസിൽദാർ. ഇത്തിരി ബുദ്ധിമുട്ടിയാലും രാത്രി തന്നെ പണി തീർത്താൽ നല്ലൊരു തുക കൂടി വറീച്ചനിൽ നിന്ന് വാങ്ങാം. പുതുപ്പണക്കാരനായതുകൊണ്ട് ചോദിക്കുന്നതിൽ 10 കൂടുതൽ കിട്ടും. ഗ്രാമത്തിൽ വ്യാപകമായി പേരെടുക്കാൻ വറീച്ചൻ വാരിയെറുകയല്ലേ. പണം വിലയില്ലാത്ത ഒരു വസ്തുവാണെന്ന് വറീച്ചന്റെ പ്രവൃത്തി കണ്ടാൽ തോന്നും. 1 രൂപയ്ക്ക് 1 പവന്റെ വിലയുണ്ടെന്ന് അതില്ലാത്തവനല്ലേ അറിയൂ. അല്ലെങ്കിലും ഒരാഗ്രഹം തോന്നിയാൽ അത് സ്വന്തമാക്കാതെ അടങ്ങുന്നവനല്ലല്ലോ മേടയിൽ വറീച്ചൻ. കുടിലിൽ വറീച്ചലാണ് മേടയിൽ വറീച്ചനായതെന്ന് അറിയാത്തവരാരുണ്ട്? പണമില്ലാതിരുന്ന കാലത്ത് കുടിലെന്ന വീട്ടുപേർ ഒരന്തസ്സായിരുന്നു. പണമുണ്ടായപ്പോൾ വീട്ടുപേരിൽ പോലും ശോഭക്കേട് തോന്നി, മേടയെന്നാക്കി. ഇപ്പോഴിതാ വലിയ വീടും സ്വന്തമാക്കിയിരിക്കുന്നു. സൂര്യനെയോ ചന്ദ്രനെയോ വിലക്ക് കിട്ടുമായിരുന്നെങ്കിൽ വറീച്ചൻ അതും സ്വന്തമാക്കിയേനെ. കിട്ടിയേക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞാലും മതി, ഇടനിലക്കാരനെ വിട്ടുകഴിയും വറീച്ചൻ. ചങ്ങല വയലിന്ന് ശബ്ദം കേട്ട് വറീച്ചനൊന്ന് ഞെട്ടി. അതുവരെ ഒരു തമ്പുരുവിന്റെ ഈണം പോലെ മധുരമായിരുന്ന ആ ശബ്ദം മരണമണിനാദം പോലെ ഭീകരമായാണ് അയാൾക്ക് തോന്നുന്നത്. വേണ്ട, അളവും ഇനി നാളെ ആകാം. പരീക്ഷീണ സ്വരമായിരുന്നു വറീച്ചന്റെ. ഒന്ന് തീരുമാനിച്ചത് അതുതന്നെ നടത്തുക എന്ന തീരുമാനത്തിന് ആദ്യത്തെ അപശകുനം. അപ്പൻ ഇത് എന്തു പറ്റിയെന്ന് അതിശയിക്കുകയായിരുന്നു പുത്രൻ. ആരോടും ഒന്നും പറയാതെ, ആരെയും ശ്രദ്ധിക്കാതെ വറീച്ചൻ വീടിന്റെ മുന്നിലേക്ക് നടന്നു. അപ്പോഴും കണ്ട കാഴ്ചയുടെ ഭീകരമായ ഓർമ്മ കടുംതുടി പോലെ ഹൃദയത്തിൽ. എവിടെയോ എന്തോ കുഴപ്പമായിട്ടുണ്ട്. അതെവിടെയാണ്? കാണിച്ചതെല്ലാം മടയത്തരമാകുമോ? വലിയ വീട് സ്വന്തമാക്കാൻ വേണ്ടി നല്ലതല്ലാത്തത് ഒരുപാട് ചെയ്തിട്ടുണ്ട്. വസ്തുവിനേക്കാൾ വില അതിന് നൽകേണ്ടി വന്നിട്ടുണ്ട്. മേനോനെ ഇപ്പരുവത്തിലൊന്ന് ആക്കിയെടുക്കാൻ പിന്നണിയിൽ അത്യധ്വാനം വേണ്ടി വന്നു. 1-2 വർഷങ്ങൾ കൊണ്ടാണ് അത് സാധിച്ചത്. എന്നാലും അത് താൻ സാധിച്ചല്ലോ എന്ന അഭിമാനം ചില്ലറയല്ലായിരുന്നു. ആന മെലിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടാനാവില്ലെന്ന് പറഞ്ഞതുപോലെ എത്ര ക്ഷയിച്ചാലും മേനോന്റെ അന്തസ്സിനൊരു പോറലേൽപ്പിക്കാൻ കഴിഞ്ഞില്ല. പണത്തിനു മേലെയാണ് പാരമ്പര്യത്തിൻ്റെയും കുടുംബ മഹിമയുടെയും വിലയെന്ന് മനസ്സിലായി. സാമ്പത്തികമായി മേനോനെ ക്ഷീണിപ്പിക്കാൻ കഴിഞ്ഞു. പേരിനുമേലെ പേരുദോഷം അടിച്ചേൽപ്പിക്കാൻ കഴിഞ്ഞു. പക്ഷേ വലിയ വീടിന്റെ പേര് പറയുന്നിടത്ത് നാട്ടുകാരുടെ ചുണ്ടിൽ തേനാണ്. പേരുദോഷം കേൾക്കുമ്പോഴും അവർ തന്നെയാണ് സംശയിക്കുന്നത്. മേനോൻ ഇങ്ങനെയൊന്നും ചെയ്തിരിക്കില്ല. 10-200 പേരെ മേനോന്റെ പടിക്കിലേക്ക് നയിക്കാൻ
കുറെ പണമേ ഒഴുക്കിയിട്ട് വന്നുള്ളൂ. മകളുടെ വിവാഹാലോചന മുടക്കാനും ഒരു ബോട്ടിൽ മദ്യത്തിന് ക്ഷിപ്ര സാധ്യമായിരുന്നു. എല്ലാം തനിക്ക് അനുകൂലമാണെന്ന് കരുതിയത് തെറ്റിയോ? പഴയ തറവാടുകളും മറ്റും വിലയ്ക്ക് വാങ്ങുന്നത് സൂക്ഷിക്കണമെന്ന് ഒന്നോ രണ്ടോ പേരെ സൂചിപ്പിച്ചുള്ളൂ. അത് തെല്ലും കാര്യമാക്കിയില്ല. താൻ നേടാൻ പോകുന്നതിലുള്ള അസൂയയാണെന്ന് കരുതി. പക്ഷേ അവർ പറഞ്ഞതിൽ കാര്യമുണ്ടായിരിക്കുമോ? അല്ലെങ്കിൽ താൻ എങ്ങനെ അത്തരമൊരു കാഴ്ച കണ്ടു? കണ്ട കാഴ്ചയുടെ ത്രസിപ്പിക്കുന്ന ഓർമ്മ നൽകുന്ന നടുക്കത്തിൽ തന്നെയായിരുന്നു അപ്പോഴും വറീച്ചൻ. എന്തുകൊണ്ടോ അത് ആരോടും പറയാൻ തോന്നിയില്ല. ആരും അറിയേണ്ടാത്ത പല രഹസ്യങ്ങൾക്കുമൊപ്പം അത് മനസ്സിൽ ചാരം മൂടി കിടക്കട്ടെ. തൽക്കാലം ലോഡ് ഇറക്കണ്ട. ഇവിടെ തന്നെ ആവശ്യത്തിനുള്ളതെല്ലാം ഉണ്ടല്ലോ. ഒന്നും മേനോന് കൊടുത്തുവിടാത്തത് മനഃപൂർവ്വമായിരുന്നില്ലേ? പാവം പറഞ്ഞത് അതേപടി അനുസരിച്ചു. പണം കുട്ടകളിൽ അളന്നു മുറിച്ചിട്ടുള്ള കാരണവർ ഒരു പണക്കിഴി കണ്ടപ്പോൾ എല്ലാം മറന്നുവെന്നതല്ലേ ശരി? വലിയ വീട്ടിൽ കാരണവർക്ക് പണത്തിന് ക്ഷാമം. പണം ലഭിക്കാനുള്ള സാധ്യതകളുടെ പഴുതുകളെല്ലാം അടയ്ക്കാൻ തനിക്ക് കഴിഞ്ഞിരുന്നല്ലോ. താനല്ലാതെ മറ്റാരും സഹായിക്കാനില്ലെന്ന് ഘട്ടം വരുത്തി. അങ്ങനെ ഒത്തുവന്നപ്പോൾ എല്ലാം കൈക്കലാക്കുകയും ചെയ്തു. കുറച്ച് തിടുക്കം കാണിച്ചു വന്നത് നേരാണ്. അങ്ങനെ താൻ ചെയ്തില്ലായിരുന്നുവെങ്കിൽ വലിയ വീടിന്റെ ഭൂസ്വത്ത് കഷ്ണം കഷ്ണമായി വല്ല വർത്തന്മാരൊക്കെ കൊണ്ടുപോകുമായിരുന്നു. ലോഡ് ഇറക്കിയിട്ട് അവർക്ക് പോകാനുള്ളതല്ലേ. ലോറി എത്ര നേരം വെച്ചാ ഇവിടെ എങ്ങനെ? എത്ര നേരം വേണേലും കിടന്നോട്ടെ. വല്ല ബുദ്ധിമുട്ടുമുണ്ടെങ്കിൽ ലോറിക്ക് നീ വില പറഞ്ഞേരെ. തീർന്നില്ലേ കാര്യം? മകന്റെ സംസാരം അലോസരമുണ്ടാക്കുകയാണെന്നാണ് വറീച്ചിന് തോന്നിയത്. അയാൾ മുറ്റത്തിട്ട കസാരകളിലൊന്നിൽ ആലോചനാമഗ്നനായി താടിക്ക് കൈയും കൊടുത്തിരുന്നു. ആവോളം ധൈര്യം സംഭരിക്കാൻ ശ്രമിക്കുകയായിരുന്നു അയാൾ. എല്ലാവരും സംശയഭാവത്തിലാണ് തന്നെ നോക്കുന്നതെന്ന് വറീച്ചിന് തോന്നി. താൻ പതറിയാൽ സർവരും പതറും. അതിന് വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങളുമുണ്ടാകും. അതൊന്നും കൂടാതിരിക്കുകയല്ലേ നല്ലത്. തൽക്കാലം സംഭവിച്ചതെന്ന് ആരും അറിഞ്ഞിട്ടില്ല. എന്തെങ്കിലും കണ്ട് ഭയന്നു എന്നല്ലാതെ എന്താണെന്ന് ആരോടും പറഞ്ഞുമില്ല. മകൻ ഓടി വന്നപ്പോഴേക്കും ആ കാഴ്ച മറന്നിരുന്നുവല്ലോ. എന്തൊരു ഭീകരമായ കാഴ്ചയായിരുന്നു അത്. നേരിട്ട് കണ്ടതാണ്. വല്ലവരും പറഞ്ഞു കേട്ടതാണെങ്കിൽ പറഞ്ഞവരെ പമ്പ കടത്തിയനെ. പക്ഷേ സ്വന്തം നേത്രങ്ങൾ കൊണ്ട് വ്യക്തമായി കണ്ടത് എങ്ങനെ അവിശ്വസിക്കും? ആലോചിച്ച മുഹൂർത്തത്തിൽ കണ്ണുകൾ വീണ്ടും ചതുപ്പിന് നേരെ നീണ്ടു ചെന്നു. ആരോ തിളപ്പിച്ചു കൊണ്ടുവന്ന കടുങ്കാപ്പി ഊതി കുടിക്കുന്നതിനിടയിൽ അറിയാതെയൊന്ന് ഞെട്ടിപ്പോവുകയും ചെയ്തു. ആ ശബ്ദം കേൾക്കുന്നു. കാലൻ പക്ഷിയുടെ കൂവൽ. അത് ഉയർന്ന നിമിഷം വറീച്ചൻ മാത്രമല്ല നടുങ്ങിയത്. ആ മുറ്റത്ത് അപ്പോഴുണ്ടായിരുന്ന സർവരുടെയും നടുക്കം വ്യക്തമായിരുന്നു. നാളെ പുലർച്ചെ ആരുടെ മരണവാർത്ത കേൾക്കാനാണ്? വറീച്ചൻ വല്ലാതെ അസ്വസ്ഥനായി. അത് മറച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞു, എടാ ലോഡ് ഇറക്കിക്കോ. എല്ലാവരെയും ഉഷാറാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുവരെ മ്ലാനമായി കിടന്നിരുന്ന അവിടുത്തെ അന്തരീക്ഷം പൊടുന്നനെ ഉണർന്ന് ഉന്മേഷഭാവം പൂണ്ടു. ഒന്നോ രണ്ടോ വട്ടം കൂവി ഗ്രാമത്തിന്റെ മനസ്സിലേക്ക് ഒരു കുടന്ന ഭയം വാരി വിതച്ചിട്ട് കാലൻ പക്ഷി അടങ്ങിയെന്ന് തോന്നി. വറീച്ചന് ഒരു മൂത്രശങ്ക. കസേരയിൽ നിന്ന് എണീറ്റ് വീടിന്റെ പിൻപുറത്തെ വാഴക്കൂട്ടത്തിന്റെ സമീപത്തേക്ക് അയാൾ ചെന്നു. അപ്പോഴും കണ്ണുകൾ പുഞ്ചയ്ക്ക് നേരെയാണ് ചെന്നത്. പെട്ടെന്ന് വറീച്ചൻ ഉഗ്രമായൊന്ന് നടുങ്ങി. ആ നേരത്ത് തന്നെയാണ് വലിയ വീട്ടിലെ വൈദ്യുതി ബന്ധം അപ്പാടെ നിലച്ചത്. ഒന്നോ രണ്ടോ പെട്രോമാക്സുകളുടെ വെളിച്ചം വിപുലമായ ആ പ്രദേശത്തെ ഇരുട്ടകറ്റാൻ തെല്ലും പര്യാപ്തമായിരുന്നില്ല. അയ്യോ! ഉറക്കെ നിലവിളിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ ആ ആർത്തനാദം തൊണ്ടയിൽ തന്നെ കുരുങ്ങി. മുമ്പ് പുഞ്ചയിലെ ചതുപ്പിൽ കണ്ട അതേ കാഴ്ച വാഴക്കൂട്ടങ്ങൾക്ക് പിന്നിൽ നിന്ന് തന്റെ നേരെ വന്നു. അകലെ കണ്ട ആ കാഴ്ച തൊട്ടടുത്തെന്നറിയുമ്പോൾ വറീച്ചന്റെ സർവ്വനാഡികളും തളർന്നു. ചതുപ്പിൽ ഉയർന്നു വന്നത് സാക്ഷാൽ ഉണ്ണിമായ തന്നെയായിരുന്നു. നോക്കി നിൽക്കെ ആ രൂപം മാറാൻ തുടങ്ങുകയായിരുന്നു. ആ രൂപം ഇങ്ങനെയാണോ പരിണാമം സംഭവിച്ചിരിക്കുന്നത്? കറുത്തിരുണ്ട നിറം, അഴിച്ചു ചിതറിയ മുടി, കടവായിൽ ഇരുവശങ്ങളിൽ നിന്നും പുലിനഖം പോലെ പുറത്തേക്ക് വളർന്നു നിൽക്കുന്ന ദംഷ്ട്രകൾ. തനിക്കു നേരെ നീണ്ടുവരുന്ന ആ പൈശാചിക രൂപത്തിന്റെ വിരലുകളോളം നീളമുള്ള കൂർത്ത നഖങ്ങൾ. ഒരടി പോലും പിന്നിലേക്ക് ചലിക്കാൻ വറീച്ചനായില്ല. താനിതാ തീരാൻ പോവുകയാണെന്ന് അയാൾക്കൊരു തോന്നലുണ്ടായി. കാലൻ പക്ഷിയുടെ നിലവിളിയാണ് ആ മനസ്സിൽ നിന്ന് അപ്പോൾ ഉണർന്നത്. കർത്താവേ, എൻ്റെ കർത്താവേ! വറീച്ചൻ ഏതോ ഒരു വിപതി ധൈര്യമുണ്ടായ നിമിഷത്തിൽ അങ്ങനെ നിലവിളിച്ചു പോയി. വാടക വീടിന്റെ ഇടുങ്ങിയ മുറിയിൽ പൊട്ടിത്തകർന്ന
ചാരുകസേരയിൽ കിടന്ന് വാസുദേവ മേനോൻ പുറം ലോകത്തിൻ്റെ പ്രകാശം കണ്ടു. ഒരു കുഗ്രാമത്തിൻ്റെ ഒതുങ്ങിയ മൂലയിലാണ് ആ വീട്. വീടെന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല. കുടിലെന്ന വിശേഷമാകും കൂടുതൽ ചേരുക. ഒരു മുറിയും കൊച്ചടുക്കളയും, ഇപ്പോൾ നിലമ്പൊത്തുന്ന മാതിരി ഒരു ചായ്പും. ചാണകമെഴുകിയ തിണ്ണ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. ഇന്നലെ അത് നന്നാക്കാൻ കഴിഞ്ഞില്ല. ഇതുതന്നെ 30 രൂപ വാടകയാണ്. നമ്മുടെ ഇന്നത്തെ സ്ഥിതിക്ക് വലുത്. ഇതിൽ കുറഞ്ഞ വാടകയ്ക്ക് മറ്റൊന്ന് തരത്തില്ല അച്ഛാ, രാജശേഖരൻ കുറ്റബോധം നിഴലിക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. അത് കേൾക്കെ മേനോന്റെ നെഞ്ച് പിടഞ്ഞുപോയി. 3000-ഓ 4000-ഓ വാടക കൊടുത്തു വേണമെങ്കിൽ പാർക്കാനുള്ള കെൽപ്പിൽ നിന്നാണ് 30 രൂപ കൊടുക്കാൻ നിർവാഹമില്ലാത്ത അവസ്ഥയിലേക്ക് പൊടുന്നനെ കൂപ്പൂത്തിരിക്കുന്നത്. ഇത് വിധിയാണോ അതോ ശാപമോ? ആരുടെയും ശാപമേൽക്കാൻ മാത്രം അറിവുണ്ടായ കാലം മുതൽ ഒന്നും ചെയ്തതായി ഓർക്കുന്നില്ല. ഇത്രയും നീചമായ അവസ്ഥയെ പുണരാൻ മുൻജന്മത്തിൽ വല്ലതും ചെയ്തു കാണുമായിരിക്കും. രാജശേഖരന് ഇതൊന്നും പ്രശ്നമായിരുന്നില്ല. മേടയിൽ വറീച്ചൻ ചതിച്ചതല്ലെന്ന് വിശ്വസിക്കാനും അവൻ തയ്യാറായിരുന്നു. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ നേരം പാത്രങ്ങൾ പോലും എടുക്കാൻ അവസരം നൽകാത്ത അയാളുടെ ആ നടപടി അവൻ്റെ മനസ്സിനെ പോർലേൽപ്പിക്കുക തന്നെ ചെയ്തു. ഉടുവസ്ത്രത്തോടെ നാടുവിടുകയെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേയുള്ളൂ. പക്ഷേ അത് തങ്ങൾക്കു തന്നെ അനുഭവിക്കേണ്ടി വന്നല്ലോ. അമ്മയും സഹോദരിയും യാതൊരു പരാതിയും പറയുന്നില്ല. അവരല്ലെങ്കിൽ മിണ്ടുന്നത് തന്നെയില്ലല്ലോ. ആലോചിച്ചു വന്ന ആദ്യത്തെ വിവാഹാലോചന മുടങ്ങിയതിൻ്റെ ആഘാതമാണോ എന്നറിയില്ല. സ്വതേ മിതഭാഷിണിയായിരുന്നല്ലോ ശശികല. ഇപ്പോൾ പൂർണ്ണമായും മൗനിയായി. അമ്മയ്ക്ക് പണ്ടും ഒന്നിനും പരാതിയില്ലായിരുന്നു. ഉള്ളിലെ ദുഃഖം പുറത്തു കാണിക്കാൻ കഴിയുമായിരുന്നില്ല. മേനോന് ചായ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നിയില്ല. വീട്ടുടമസ്ഥൻ കനിഞ്ഞു നൽകിയ ഒരു കാലൊടിഞ്ഞു കെട്ടിയ ചാരുകസേര വലിയൊരു അനുഗ്രഹമായി. എത്രയോ കാലം എത്രയോ പേരെ ഏതെല്ലാം വിധത്തിൽ സഹായിച്ചിട്ടുണ്ട്. തനിക്കൊരു ദുര്യോഗം വന്നപ്പോൾ ഒരു പരിചയഭാവം പോലും പ്രകടിപ്പിക്കാൻ ആരുമില്ലാതെ പോയി. അതിനു മാത്രം തെറ്റ് തൻ്റെ ഭാഗത്തു നിന്ന് എന്തുണ്ടായി? ആരാണിതിനു പിന്നിൽ പ്രവർത്തിച്ചത്? ആരുടെയോ നല്ലതല്ലാത്ത ബുദ്ധിയും അതിൽ നിന്നുണ്ടായ പ്രവൃത്തിയുമാണ് താൻ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നതെന്ന് ഉറപ്പാണ്. ആരുടെ അസൂയയാണ് വലിയ വീട്ടിൽ തറവാട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിടിവിച്ചത്? മേടയിൽ വറീച്ചനെ കുറ്റപ്പെടുത്താൻ മേനോൻ തയ്യാറല്ല. തൻ്റെ ഗതികേടിൽ വിലക്കെടുക്കാനെങ്കിലും ഒരാളുണ്ടാകണ്ടേ? വറീച്ചനില്ലായിരുന്നെങ്കിൽ മറ്റേതെങ്കിലും നാട്ടുകാരനാവും വലിയ വീട് വാങ്ങുകയുണ്ടാവുക. അതുകൂടാതെ കഴിഞ്ഞില്ലേ? പക്ഷേ വറീച്ചനെ എത്ര കാലം മുതൽ അറിയുന്നവനാണ് താൻ. എന്നിട്ടും തൻ്റെ വീട്ടുകൂർണകൾ ഒപ്പം കൊണ്ടുപോരാൻ അനുവദിച്ചില്ല. കച്ചവടം ഉറപ്പിക്കുമ്പോൾ അങ്ങനൊരു കാര്യം സൂചിപ്പിച്ചിരുന്നതായി ഓർക്കുന്നില്ലായിരുന്നു. അപ്പോൾ കർക്കശമായി എതിർക്കാമായിരുന്നു. ആവശ്യമുള്ളിടത്തോളം കൊണ്ടുപോരാമായിരുന്നു. പക്ഷേ ചെയ്തില്ല. ഒരാൾ ആഗ്രഹിച്ചത് സ്വന്തമായി പിന്നീട് ഉപയോഗിക്കാൻ താൻ എന്നും വിമുഖനായിരുന്നല്ലോ. വറീച്ചൻ വലിയ വീട്ടിൽ പാർപ്പുറപ്പിച്ചിരിക്കും. ഏതായാലും ആ ഗ്രാമത്തിൽ നിന്ന് തന്നെ പോന്നത് നന്നായി. ഇവിടെയും പരിചയക്കാരില്ലാഞ്ഞല്ല. രാജാവായി വാണകാലത്ത് ഭിക്ഷക്കാരനായി തുടരുകയാണ്. അരോചകം. ഇത്രയും കാലം താൻ അവിടെ തുടരേണ്ടിയിരുന്നില്ലെന്ന് മേനോന് തോന്നി. നേരത്തെ പോരേണ്ടതായിരുന്നു. സ്വന്തം നാട്ടിൽ ഓരോരുത്തരുടെയും വളർച്ച കാണുന്നതിലും പ്രധാനം തളർച്ച കാണുകയാണ്. അതാരായാലും അങ്ങനെ തന്നെ. ഇങ്ങനെയൊന്നും ഉണ്ടാകുമെന്ന് ആരും കരുതിയില്ലല്ലോ. എത്ര പൊടുന്നനെയായിരുന്നു പതനമുണ്ടായത്. ഞാൻ എന്തെങ്കിലും ജോലി അന്വേഷിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. ഒന്നുമില്ലാത്ത അവസ്ഥയേക്കാൾ നന്നല്ലേ അച്ഛാ അത്? തീരെ ചെറിയ വരുമാനം പോലും ഇനി നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വലുത് തന്നെയാണ്. ശശികലയും ഒരാവശ്യവുമായി വന്നു. നാളെ മുതൽ ഞാനും തയ്യൽ പഠിക്കാൻ പോവുകയാണച്ചാ. ഇവിടെ അടുത്ത് ഒരു സമാജമുണ്ടെന്ന് അറിഞ്ഞു. പഠിച്ചിരുന്നാൽ പിന്നീട് അത് ഉപകാരമാകും. എല്ലാവരും ഒത്തു ശ്രമിച്ചില്ലെങ്കിൽ ഈ കുടിലിൽ നിന്ന് നമുക്ക് കര കയറാൻ പറ്റില്ലച്ചാ. മേനോന്റെ കണ്ണുകൾ നിറഞ്ഞു. വലിയ വീട്ടിൽ തറവാട്ടിലെ ഇളയ തലമുറയ്ക്ക് കഴിഞ്ഞുകൊള്ളണമെങ്കിൽ കൂലിവേല ചെയ്യേണ്ട സ്ഥിതി വന്നിരിക്കുന്നു. ഒന്നിനൊന്ന് പടർന്ന് പന്തലിക്കേണ്ട തറവാടിൻ്റെ അവസ്ഥ എങ്ങനെയാണ് ഇങ്ങനെ ആയിപ്പോയത്? ആലോചിക്കരുതെന്ന് കരുതിയിട്ടും ആലോചിക്കുന്നതെല്ലാം അതുതന്നെയാണ്. ഉണ്ണിമായയും മനസ്സിലേക്ക് കയറി വന്നു. ആ സംഭവമാണ് തന്നെ നിലംപരിശാക്കിയത്. അതോടെയാണ് നാട്ടുകാർ ഒന്നടങ്കം തനിക്കെതിരായത്. അവൾ ആത്മഹത്യ ചെയ്യാൻ മാത്രം കാര്യമുണ്ടായിരുന്നില്ല. അവൾ ആരെങ്കിലും കൊലപ്പെടുത്തിയതാണോ? അതേക്കുറിച്ച് അന്വേഷിക്കാൻ മനസ്സിന് ഒട്ടും താല്പര്യമില്ല.
ഉണ്ണിമായ ഇപ്പോഴില്ലെന്ന് താൻ വിശ്വസിക്കുന്നില്ല. ആദ്യമായി അവൾ തന്നെ കാണാൻ വന്ന രംഗം ഓർക്കുന്നു. തന്നെ സംബന്ധിച്ചിടത്തോളം കേവലം നിസ്സാരമായ ഒരു കാര്യത്തിന് വേണ്ടിയാണ് അവൾ വന്നത്. നൃത്തം പഠിച്ചിട്ടുണ്ട്, അതൊന്ന് അരങ്ങേറണം. ഏതെങ്കിലും ക്ഷേത്രോത്സവത്തിനടുത്ത് അനുബന്ധിച്ചാണെങ്കിൽ ഏറെ ഉചിതമായി. അതിനുള്ള ചെലവ് നൽകി സഹായിക്കണം. നിർധനരായ അവളുടെ കുടുംബാംഗങ്ങൾക്ക് അത്രയും തുക ഉണ്ടാവുക നന്നേ ബുദ്ധിമുട്ടായിരുന്നു. തന്നെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അതൊരു ചെറിയ തുകയെ ആകുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയായിരുന്നു തുടക്കം. അവൾക്ക് വേണ്ടി ഉത്സവ കമ്മിറ്റിക്കാരെ കൊണ്ട് നൃത്തത്തിൻ്റെ അരങ്ങേറ്റത്തിനുള്ളതെല്ലാം വാങ്ങിക്കൊടുത്തു. അവൾ ഭംഗിയായി തൻ്റെ കലാപാഠവം തെളിയിച്ചു. പിറ്റേന്ന് മുതലാണ് അവൾ വീട്ടിലെ നിത്യ സന്ദർശകയായത്. അന്നൊന്നും ആർക്കും, ഒരു നാട്ടുകാർക്കും അതിൽ മറ്റൊന്നും തോന്നിയിരുന്നില്ല. ഒരു കലാകാരിക്ക് വളരാനുള്ള അവസരം നൽകുന്നതിൽ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. മരിക്കുന്നതിൻ്റെ 4 ദിവസം മുമ്പ് അവൾ വീട്ടിൽ വന്നിരുന്നു. മറ്റു 2 ക്ഷേത്രങ്ങളിൽ കൂടി നൃത്തത്തിനുള്ള അവസരം ലഭിച്ച സന്തോഷ വാർത്ത അറിയിക്കാനാണ് അവൾ വന്നത്. എന്തെങ്കിലും ഒരു ദുഃഖം അവൾക്കുണ്ടായിരുന്നതായി അന്നൊന്നും തോന്നിയിരുന്നതേയില്ല. പാവപ്പെട്ട അവൾക്ക് ഒരു ശത്രു ഉണ്ടാകാനിടയില്ല. എന്തൊക്കെയായാലും തനിക്ക് അജ്ഞാതമായ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. തൻ്റെ മുഖത്ത് കരി തേക്കാനായിരുന്നെങ്കിൽ ഉണ്ണിമായയെ വധിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഇപ്പോഴും താൻ കരുതുന്നില്ല. പക്ഷെ ഒരൊറ്റ ദിവസം കൊണ്ട് ഗ്രാമം മുഴുവൻ തന്നെ അവിശ്വസിക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തോ പ്രശ്നങ്ങളില്ലേ? ഒന്നും തീരുമാനിക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ ഇനി അതൊക്കെ ആലോചിച്ചിട്ട് എന്ത് പ്രയോജനമുണ്ട്? വന്നാൽ വന്നതിന് ശേഷം. താനായിട്ട് ഒരു തെറ്റേ ചെയ്തുള്ളൂ. പുരാതനമായ തറവാട് മേടയിൽ വറീച്ചന് വിറ്റു. അതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. തീറ്റാൻ പാങ്ങില്ലാത്തവൻ എങ്ങനെ ആനയെ വളർത്താൻ കഴിയും? ഇന്നത്തെ അവസ്ഥയിൽ ആ തറവാട് ഒരു ഭാരമായിരുന്നു. 4 കെട്ട് 4 പേർക്ക് വിൽക്കേണ്ടി വന്നേനെ. ഇഞ്ചി ചായ വിറ്റ് കളഞ്ഞിട്ട് പോന്നതിൽ നന്നായത് വറീച്ചനത് നൽകിയത് തന്നെയാണ്. ആ പണം തീരും വരെ പട്ടിണി കിടക്കേണ്ടി വരില്ല. ഉപ്പുചിരട്ട മുതൽ പുതുതായി വാങ്ങേണ്ടി വന്നിരിക്കുന്നുവെന്ന് മാത്രം. പലരുടെയും കൈവശമുണ്ടെങ്കിലും തനിക്ക് പൂർവികർ തന്നിട്ട് പോയ ആ തറവാട് അവിടെ നിലനിൽക്കുമല്ലോ എന്ന് കരുതിയിരുന്നു. വില പറയുമ്പോൾ ഓട് പോലും പുതുതായി മാറ്റിയിട്ടില്ലെന്ന് വറീച്ചൻ വാക്കു പറയുകയും ചെയ്തിരുന്നു. വല്ല കാലത്തും ഒളിഞ്ഞു നിന്നെങ്കിലും ആ തറവാട്, താൻ പിറന്നു വളർന്ന വീട് കാണാമല്ലോ എന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അയാൾ അത് പൊളിച്ചു മാറ്റുമെന്നും അവിടെ ടെറസുള്ള ബംഗ്ലാവ് വരുമെന്നും മനസ്സ് പറയുന്നു. മനസാക്ഷിയില്ലാതെ പ്രവർത്തിക്കാൻ മടിയേതുമില്ലാത്ത മനസ്സാണ് വറീച്ചൻ്റേതെന്ന് തെളിഞ്ഞു കഴിഞ്ഞില്ലേ? വിലക്കെടുക്കുന്നത് അവിടുത്തെ ഉപ്പുപാത്രം ഉൾപ്പെടെയാണെന്നത് പുതിയൊരറിവ് ലഭിച്ചു. വന്നു കയറിയപ്പോൾ മുതൽ ആ ചായ്പിൽ തന്നെ ഇരിക്കുകയായിരുന്നു മേനോൻ. പുറം ലോകത്തേക്ക് ഇറങ്ങാൻ വല്ലാത്ത വിഷമം. ആദരിച്ചിരുന്നവർ അനാദരിക്കാൻ തുടങ്ങുകയും സ്നേഹിച്ചിരുന്നവർ വെറുപ്പ് പ്രകടിപ്പിച്ചു തുടങ്ങുകയും ചെയ്യുന്നത് സഹിക്കാനുള്ള കെൽപ്പില്ല. ഒന്നും കൂസാതെ നടക്കാൻ തൻ്റെ കരള് കല്ലുകൊണ്ടുണ്ടാക്കിയതല്ല. താൻ നിരപരാധിയാണെന്ന് ദൈവത്തിനോടല്ലാതെ ആരോട് പറയാനാണ്? രാജശേഖരൻ്റെ തീരുമാനത്തെ എതിർത്തില്ല. ശശികലയുടെ ആഗ്രഹവും നിഷേധിച്ചില്ല. ഒന്നിനും ഒരു കുറവും അറിയാതെ ഇന്നലെയോളം പോറ്റിയ അവർ തങ്ങൾ ആഗ്രഹിക്കുന്നതേ പറഞ്ഞുള്ളൂ. അവസ്ഥ അറിഞ്ഞുകൊണ്ട് അലകൾക്കെതിരെ തുഴയാൻ അവർക്ക് മടിയൊന്നുമില്ല. അവരുടെ ആഗ്രഹം നടക്കട്ടെ. പിറ്റേന്ന് മുതൽ രാജശേഖരൻ പുതിയ നാട്ടിൽ പണി അന്വേഷിച്ചു പോയി. ശശികല സമാജത്തിൽ തയ്യൽ പഠിക്കാൻ ചേർന്നു. മേനോൻ ചായ്പിൽ തന്നെ ചടഞ്ഞുകൂടി. രാജശേഖരന് വാശിയുണ്ടായിരുന്നു. തങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടതെല്ലാം വീണ്ടെടുക്കണമെന്ന്. അതിന് അധ്വാനിക്കാൻ യാതൊരു മടിയുമില്ലായിരുന്നു താനും. ആദ്യത്തെ ദിവസം തന്നെ അവന് ചില്ലറ ചുമടുകളും മറ്റും കിട്ടി. വൈകുന്നേരം തിരക്കേറിയ ഒരു ചായക്കടയിൽ കയറി. ഉച്ചയ്ക്ക് പോലും ഒന്നും കഴിച്ചില്ല. ഒരു ചായ കുടിച്ചിട്ട് പോകാം. യാത്രക്കാരും പണിക്കാരുമൊക്കെ ധാരാളം ഉണ്ടായിരുന്നു കടയിൽ. ഒരു മുഖപരിചയമില്ലാത്ത 2 പേർ തമ്മിൽ സംസാരിക്കുന്നത് യാദൃശ്ചികമായാണ് അവൻ ശ്രദ്ധിച്ചത്. അവരുടെ സംസാര വിഷയം തൻ്റെ അച്ഛനാണെന്ന് അറിഞ്ഞപ്പോൾ രാജശേഖരൻ കാതു കൂർപ്പിച്ചു. തന്നെ അവർ തിരിച്ചറിഞ്ഞിട്ടില്ല. അത് കൂടുതൽ സൗകര്യമായി. അങ്ങേരൊരു നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞു കേട്ടത്. ആ പുതുപ്പണക്കാരൻ പുളിയെ ചതിച്ചതാണത്രേ. ശരിക്കും വെട്ടിലാക്കിയതാണത്രേ. ഒരു കള്ളക്കേസ് മെനഞ്ഞുണ്ടാക്കി മേനോന്റെ തറവാട് സ്വത്തുക്കളും വിഴുങ്ങി. അവരെ നാട്ടിൽ നിന്ന് ഓടിച്ചത്രേ. അതുകൊണ്ട് എന്തു നേടി? അയാൾക്ക് ഇന്നലെ ആ തറവാട്ടുമുറ്റത്ത് സാധനങ്ങൾ പോലും ഇറക്കാൻ കഴിഞ്ഞില്ല. ആ പെണ്ണിനെ കൊന്നതിന് പിന്നിലും അയാളാണെന്നാ കേൾവി. എന്തു പറയാനാ? ആ പാവം മേനോന് കഷ്ടകാലം. പോയത് മുഴുവൻ അങ്ങേർക്കല്ലേ? രാജശേഖരൻ തരിച്ചിരുന്നു പോയി.
അവൻ്റെ തലയ്ക്കുള്ളിൽ ഒരമിട്ട് പൊട്ടി. അവൻ വീട്ടിലെത്തിയപ്പോൾ അവനെ കാത്ത് ഒരതിഥി ഉണ്ടായിരുന്നു. അജ്ഞാതനായ ഒരതിഥി. ജെയിംസും മറ്റു ജോലിക്കാരും ഓടിയെത്തുമ്പോൾ മറീച്ചൻ നിലത്ത് വീണ് കിടക്കുകയായിരുന്നു. മലർന്നടിച്ച് കണ്ണുകൾ തുറച്ച് ഒരു തരം മരണതുല്യമായ അവസ്ഥ. വല്ലാത്തതെന്തോ കണ്ട് ഉഗ്രമായി ഭയന്ന ലക്ഷണം. ജെയിംസ് അപ്പനെ കുലുക്കി വിളിച്ചു. ഇല്ല, ചലനമില്ല. പിന്നെ ജോലിക്കാരെയും കൂട്ടി അപ്പനെ ഉമ്മറത്തേക്ക് എടുത്തു. തണുത്ത വെള്ളം കുടഞ്ഞും ആവർത്തിച്ച് വിളിച്ചും അവൻ വശം കെട്ടിരിക്കുന്നു. പിന്നെയും കുറെ നേരം കഴിഞ്ഞേ വറീച്ചന്റെ ശ്വാസഗതി നേരെയുള്ളൂ. കണ്ണിമകൾ ചലിക്കാൻ തുടങ്ങിയുള്ളൂ. അയാൾ ചുറ്റും മെഴിച്ചു നോക്കി. ഉൾക്കിടിലമായ ഒരു ഭീതിയാണ് അപ്പോഴും വറീച്ചിനെ ഭരിക്കുന്നതെന്ന് തീർച്ച. ചുറ്റിത്തിരിഞ്ഞ ആ മിഴികൾ മകന്റെ മുഖത്ത് തറഞ്ഞു നിന്നു. തളർന്ന ആ മിഴികൾ എന്തോ സംസാരിക്കുകയാണെന്ന് അവന് തോന്നി. എന്താ അപ്പച്ച? ജെയിംസ് കുട്ടി അപ്പച്ചനെ എണീപ്പിച്ചിരുത്തി. നമുക്ക് ഇപ്പൊ തന്നെ വീട്ടിൽ പോകാം മോനെ. ഇവിടെ ഒരു നിമിഷം ഇനി നിൽക്കണ്ട. ജെയിംസ് അത്ഭുതപ്പെട്ടുപോയി. ഈ അപ്പന് എന്തു പറ്റിയതാണ്? ഇന്ന് തന്നെ ഇവിടെ പാർക്കണമെന്ന വാശി ആരെക്കാളുമേറെ അപ്പന് മാത്രമായിരുന്നല്ലോ. നാളെ മുതൽ മതിയെന്ന് പറഞ്ഞ് തന്നെ വഴക്കു പറയുകയും കൂടെ ചെയ്തു. എന്നിട്ടിപ്പോൾ പറയുന്നു ഉടനെ വീട്ടിലേക്ക് പോകണമെന്ന്. ഇവിടെ ഒരു നിമിഷം നിൽക്കണ്ടെന്ന്. അപ്പൻ ഭയന്ന് വിളിക്കുന്നത് ഇത് 2ാം തവണയാണ്. പുഞ്ചയുടെ സമീപത്ത് വെച്ചും ഇതാ ഇപ്പോഴും. എന്നിട്ടും ആ ഭയത്തിൻ്റെ കാരണം എന്തെന്ന് ഇതുവരെ അപ്പൻ പറയുന്നുമില്ല. പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ എന്താണ് അപ്പച്ച കാരണം? നമ്മുടെ കണക്കൂട്ടലൊക്കെ തെറ്റി മോനെ. ഇതൊരു ചീത്ത സ്ഥലമാണ്, പ്രേതവാസമുള്ള സ്ഥലം. അപ്പച്ചന് ചതിവ് പറ്റിയോ എന്ന് സംശയം. ഞാനൊരു പിശാചിനെ കണ്ടാണ് ഭയന്നത്. ആദ്യം പുഞ്ചയുടെ സമീപത്ത് വെച്ചും ഇപ്പോൾ വീടിൻ്റെ പിന്നിൽ വെച്ചും. അത് പറയുമ്പോഴും മറീച്ചിൻ്റെ കണ്ണുകൾ ഇരുട്ടിൽ വിഫലതയോടെ തിരയുകയായിരുന്നു. തന്നെ ഭയപ്പെടുത്തിയ രൂപം ഇപ്പോഴും അവിടെ പതിയിരിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ. എന്തൊരു കാഴ്ചയായിരുന്നു അത്! എന്തുമാത്രം വിഭ്രമിപ്പിച്ച നിമിഷങ്ങളായിരുന്നു അത്! ഓർക്കുന്ന നിമിഷങ്ങളിൽ ശരീരത്തിലെ ഓരോ രോമവും എഴുന്നേ വരും. ശരീരത്തിൻ്റെ തളർച്ചയേക്കാൾ മനസ്സിൻ്റെ ക്ഷീണമായിരുന്നു വലുത്. എല്ലാ വാശികളും ഒറ്റ നിമിഷം കൊണ്ട് ഇടിഞ്ഞു വീണിരിക്കുന്നു. വലിയ ക്ഷീണമായിപ്പോയി. ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് എല്ലാം. മേനോൻ മനസ്സ് വിഷമിച്ചാണ് തറവാട് നൽകിയതെന്ന് തീർച്ചയാണ്. ഇത്തരം തറവാടുകളിൽ കുടിവെപ്പും കുടുംബക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ടാവും. അവരുടെ പരദേവതമാരെ ആരെങ്കിലും തനി സ്വരൂപം കാട്ടി ഭയപ്പെടുത്താൻ എത്തിയതാണോ എന്നാണ് സംശയം. ഇതിലൊന്നും വിശ്വാസമില്ലാത്ത കൂട്ടത്തിലായിരുന്നു ഞാൻ. പക്ഷേ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടത് വിശ്വസിക്കാതിരിക്കുന്നത് എങ്ങനെ? അപ്പം വല്ല നിഴലും കണ്ട് ഭയപ്പെട്ടതാകണം. അല്ലാതെ ഭൂതം പ്രേതമൊക്കെ ഇറങ്ങി നടക്കുകയാണോ? പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് പരിഭ്രമം തോന്നിയതാകാനേ വഴിയുള്ളൂ. ജെയിംസ് ചിരിച്ചു. നിഷേധാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് വറീച്ചൻ പറഞ്ഞു. അല്ല, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. യഥാർത്ഥത്തിൽ ഉണ്ടായതറിഞ്ഞാൽ നീയും ഭയപ്പെട്ടു പോകും. വറീച്ചൻ മുന്നിലുണ്ടായിരുന്നവരെ എല്ലാം മാറ്റി ജെയിംസ് മാത്രമായപ്പോൾ തീരെ പതിഞ്ഞ സ്വരത്തിൽ അയാൾ പറഞ്ഞു. ഞാൻ കണ്ടത് അവളെയാടാ, ആ നൃത്തക്കാരി പെണ്ണില്ലേ? അവിടെ ആ ചതുപ്പിൽ നിന്ന് അവൾ ഉയർത്തെഴുന്നേറ്റ് വരികയായിരുന്നു. ഞാൻ വ്യക്തമായും കണ്ടതാണ്. പെട്ടെന്ന് അവളുടെ രൂപവും ഭാവവും മാറി. ഇപ്പോൾ ആ വാഴക്കൂട്ടത്തിന് പിന്നിൽ നിന്നവൾ എൻ്റെ നേരെ കൈ നീട്ടിക്കൊണ്ട് അടുക്കുകയായിരുന്നു. വറീച്ചൻ അത് പറയുമ്പോഴും കിതച്ചു. ജെയിംസിൻ്റെ ചുണ്ടത്തെ ചിരി മാഞ്ഞു. ഒരു നിമിഷം അവൻ ഞെട്ടുകയും ചെയ്തു. നൃത്തക്കാരി പെണ്ണോ? അവൾ എങ്ങനെ ഉയർത്തെഴുന്നേൽക്കാനാണ്? സ്വയം പറഞ്ഞു പോയതാണ് അവൻ. ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല അപ്പച്ച. ഞാനല്ലേ അവളെ ഈ ചതുപ്പിൽ. പൊടുന്നനെ അവൻ നാക്ക് കടിച്ചു. പറഞ്ഞു പോയത് ആരെങ്കിലും കേട്ടോ എന്ന് പരിഭ്രമിക്കുകയും ചെയ്തു. വീണ്ടും ഓർക്കാൻ ഇഷ്ടമില്ലാത്തതാണെങ്കിലും ഇപ്പോൾ അവൻ ആ രംഗം ഓർമ്മിച്ചു. എത്ര പ്രാവശ്യം കെഞ്ചിയതാണെങ്കിലും ഒരു നിമിഷം പോലും അവളോട് തൻ്റെ മനസ്സലിഞ്ഞില്ല. ശത്രുതയും പ്രശ്നവും ഒന്നുമായിരുന്നില്ല. വല്ലാത്തൊരു തരം വാശി. അപ്പച്ചൻ്റെ ആഗ്രഹമാണ്. അത് സാധിച്ചു കൊടുക്കേണ്ടത് തൻ്റെ ചുമതലയാണ്. അല്ലെങ്കിലും അത്തരം കാര്യങ്ങളൊക്കെ അപ്പച്ചൻ തന്നെയല്ലേ ഏൽപ്പിക്കാറുള്ളൂ. പറഞ്ഞ ദിവസത്തിന് 2 നാൾ മുമ്പേ കാര്യം സാധിക്കാൻ തനിക്ക് കഴിഞ്ഞു. ക്ഷേത്രദർശനം കഴിഞ്ഞ് ഉണ്ണിമായ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോയ നിമിഷങ്ങൾ തനിക്ക് അനുകൂലമായി. ക്ഷേത്രത്തിലേക്ക് അവൾ പോകുന്നത് കണ്ടിരുന്നു. മടങ്ങുമ്പോഴും കൂട്ടിനാളുണ്ടാവില്ലേ എന്ന് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. വരുമ്പോഴേക്കും ഇരുട്ട് വീണു തുടങ്ങണേയെന്നു. രണ്ടും അതുപോലെ സാധിച്ചു. ഇരുട്ട് തളം കെട്ടിക്കിടന്നു. ഇടവഴിയിലൂടെ തിടുക്കത്തിൽ വീട്ടിലേക്ക് നടക്കുകയായിരുന്ന ഉണ്ണിമായയെ പാതയോരത്തെ കുറ്റിക്കാട്ടിൽ നിന്ന് 2 കരങ്ങൾ കടന്നു പിടിച്ചു. ജെയിംസിന്റെ കരങ്ങൾ. മൂക്കും വായും പൊത്തുകയാണ് ആദ്യം ചെയ്തത്.
ആൾസഞ്ചാരം തീരെ കുറഞ്ഞ പാത, ആരും വരാനില്ലാത്ത നേരവും. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പോലും കഴിഞ്ഞില്ല ഉണ്ണിമായ്ക്ക്. അതറിയുമ്പോഴേക്കും അവളെ കുറ്റിക്കാട്ടിലേക്ക് വലിച്ചു കയറ്റി കഴിഞ്ഞിരുന്നു. കഴിവിന്റെ പരമാവധി എടുത്ത് ചെറുത്തു നോക്കിയതാണ് മായ. കരുതി തന്നെ പോന്നതുകൊണ്ട് തോർത്തുമുണ്ടുകൊണ്ട് മുഖവും കഴുത്തും ഉൾപ്പെടെ ഞൊട്ടിയിട കൊണ്ട് മൂടാനും മുറുക്കാനും കഴിഞ്ഞു. ഒരു ചെറിയ ശബ്ദമെങ്കിലും ഉയർത്താൻ ഉണ്ണിമായ്ക്ക് കഴിഞ്ഞില്ല. തൻ്റെ കയ്യിൽ കിടന്നാണ് അവളുടെ പിടച്ചിൽ നിലച്ചത്. ഒരു കാട്ടുപക്ഷി മാത്രം കുറ്റിക്കാട്ടിൽ നിന്ന് ചിറകടിച്ചു പറന്നു. അപ്പോൾ പറന്നുപോയത് ഉണ്ണിമായുടെ ആത്മാവായിരുന്നു. ലോകത്താരും ചെയ്യാത്ത ഒരു ക്രൂരകൃത്യം കൂടി ജെയിംസിനപ്പോൾ ചെയ്തു. മരിച്ചു കിടക്കുമ്പോഴും ചന്ദന നിറമാർന്ന ആ ശരീരം അവനെ ഭ്രാന്തനാക്കി. മുഖത്തുനിന്ന് തോർത്തു മാറ്റി. തുറിച്ചു നിന്ന് അവളുടെ കണ്ണുകൾ അവൻ തിരുമ്മി അടച്ചു. അപ്പോഴും ചൂടുമാറാത്ത ആ ശരീരത്തിലെ സ്പർശനം ജെയിംസിനെ വിഭ്രമിപ്പിക്കുകയാണ് ചെയ്തത്. സെറ്റാണ് ഉടുത്തിരുന്നത്. നൂലുവണ്ണത്തിൽ കസവുകരയുള്ള സെറ്റുമുണ്ട്, അതേ നിറമുള്ള ബ്ലൗസ്. ഒരു പൂവിതൾ അടർത്തുന്ന ലാഘവത്തോടെ അവൻ ആ മുണ്ടഴിച്ചു, ബ്ലൗസ് ഊരി മാറ്റി. അപ്പോഴവൻ ശരിക്കും ഭ്രാന്തനായി കഴിഞ്ഞിരുന്നു. അഴിച്ചെടുത്ത മുണ്ട് നിലത്ത് വിരിച്ച് അതിലേക്ക് ഉണ്ണിമായെ എടുത്ത് മലർത്തിക്കിടത്തി അവളുടെ നിശ്ചലമായ മേനിയിലേക്ക് അവൻ കമിഴ്ന്നു. ഇല്ല, ആ ശരീരം ജഡമായി കിടക്കുകയാണെന്ന് അവന് തോന്നിയതേയില്ല. ഭ്രാന്തമായ ആ ആവേശം ഒരു പുഴയായി കുത്തിയൊഴുകി. ഒടുവിൽ തടാകത്തിൻ്റെ നിശ്ചതലയിൽ നിന്ന് എണീക്കുവാൻ ചില നിമിഷങ്ങളെടുത്തു. നല്ല ഇരുട്ട്. നേരത്തെ മരച്ചോട്ടിൽ ഒളിച്ചു വെച്ചിരുന്ന ചാക്കെടുത്തു കൊണ്ടുവന്നു. മരവിപ്പ് കയറി തുടങ്ങിയിരുന്ന ആ ശരീരം ഓടിച്ചു മടക്കി ചാക്കിൽ കയറ്റാൻ തെല്ല് ബുദ്ധിമുട്ട് തോന്നാതിരുന്നില്ല. പക്ഷേ ജെയിംസിന് ഭയമേ ഉണ്ടായിരുന്നില്ല. ജഡം വെറുതെ ചതുപ്പിലെറിയതെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു. മേനോൻ അത് ചെയ്യിച്ചതാണെന്ന് തോന്നണമെങ്കിൽ ക്രൂരമായ ചെയ്തികൾ തന്നെ വേണം. ജഡത്തെ ബലാത്കാരം ചെയ്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ഉണ്ണിമായെ ബലാത്കാരം ചെയ്ത് കൊലപ്പെടുത്തിയത് വാസുദേവ മേനോനാണെന്ന് നാളെ ഗ്രാമം അറിയണം. അത്രയും കാര്യങ്ങൾ എത്ര ഭംഗിയായിട്ടാണ് കലഹിച്ചത്. പക്ഷേ ഇപ്പോൾ ഇത്തരം ഒരാശങ്കയ്ക്ക് ഹേതുവെന്തേ? അപ്പച്ചനൊന്നും കണ്ടില്ലല്ലോ. ചതുപ്പിൽ നിന്ന് ജഡം ഉയർത്തുന്നതേ കണ്ടുള്ളൂ. ബാക്കി ഒരു കാര്യം ഒഴിച്ച് എല്ലാം വിശദമായി പറഞ്ഞു കേൾപ്പിച്ചതേയുള്ളൂ. ആ വിവരണം മനസ്സിൽ കിടക്കുകയും ആ സ്ഥലം വീണ്ടും കാണുകയും ചെയ്തപ്പോൾ ഉപബോധ മനസ്സിൽ നിന്ന് ബോധ മനസ്സിലേക്ക് ഓർമ്മ കയറി വന്നതാകില്ലേ? ഇനി ഒന്നും ലോറിയിൽ നിന്ന് ഇറക്കണ്ടടാ. ഇറക്കിയത് അങ്ങോട്ട് കയറ്റിക്കോളൂ. നമുക്ക് ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് പോകണം. അച്ഛനെ വിരിച്ച് വെഞ്ചരിച്ച് കയറി താമസിക്കാൻ ഒരുങ്ങിയാൽ മതിയായിരുന്നു. അത്രയ്ക്ക് അങ്ങോട്ട് ഓർത്തില്ല. നാളെ രാവിലെ തന്നെ അച്ഛനെ കൊണ്ടുവരാം അപ്പച്ച. ജെയിംസ് ഏറ്റു. ശരി, നീ കാറെടുക്ക്. വെഞ്ചരിപ്പ് കഴിയാതെ ഇനി ഞാൻ ഈ വീട്ടിലേക്കില്ല. ചെകുത്താൻ കയറിയ വീടെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോഴത് അനുഭവമായി. പകുതി മകനോടും ബാക്കി സ്വയവും പറഞ്ഞുകൊണ്ട് വറീച്ചൻ ക്ഷീണിതനായി എണീറ്റു. ജെയിംസ് കാർ വീടിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തി. കാറിനടുത്ത് നടന്നു തുടങ്ങിയ വറീച്ചൻ പെട്ടെന്ന് മരം പോലെ നിന്നുപോയി. ഒരു ഇഞ്ച് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നില്ല. പകച്ചുപോയ വറീച്ചൻ ബന്ധപ്പെട്ട് ഒരു ചുവട് മുന്നോട്ട് വയ്ക്കാൻ തുടങ്ങിയതും വെട്ടിയിട്ട പോലെ നിലത്തേക്ക് വീണുപോയി. കാറിൽ നിന്നിറങ്ങി ഓടി വന്ന ജെയിംസ് അപ്പച്ചനെ പിടിച്ചെണീപ്പിച്ചു. അവൻ ചോദിച്ചത് കേട്ടെങ്കിലും മറുപടി പറയാൻ വറീച്ചൻ്റെ നാവ് അനങ്ങുന്നില്ല. സർവാംഗം മരവിച്ച അവസ്ഥ. വറീച്ചനെടുത്ത് തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പടിക്കിലേക്ക് നീങ്ങിയ ജെയിംസിന്റെ മുഖമടച്ച് ഒരടി വീണു. അപ്പനും മകനും പുറകോട്ട് മറിഞ്ഞു. അജ്ഞാത കരതാടനാണ് ഏറ്റത്. പടിക്കൽ ഒരു ചുഴലിക്കാറ്റ് കറങ്ങാൻ തുടങ്ങി. കാറിനെ വട്ടമിട്ട് ചുറ്റിയ ആ കാറ്റ് പൊടിമണ്ണിളക്കി ജെയിംസിനെയും വറീച്ചനെയും പുകപറ പോലത്തെ പൊടിമറയ്ക്കുള്ളിലാക്കി. ഇത്തവണ ജെയിംസ് ഭയന്ന് വിളിക്കുക തന്നെ ചെയ്തു. ഭയം എന്താണെന്ന് അപ്പോൾ ആദ്യമായി അറിയും പോലെയായിരുന്നു ജെയിംസിന്റെ നിലവിളി. ഇതുപോലെ ഭയപ്പെടേണ്ടതോ നിലവിളിക്കേണ്ടതോ ആയ ഒരു നിമിഷം പോലും ആ സമ്പന്നകുമാരന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ആദ്യമായി അവൻ ഭയന്നു. അവൻ പോലും അറിയാതെ അലറിക്കരഞ്ഞു. ഇന്നോളം കരയിപ്പിക്കുകയായിരുന്നു അവന്റെ വിനോദം. അത് കേൾക്കുകയായിരുന്നു അവന്റെ ആഹ്ലാദം. പൊടിപടലങ്ങൾ അതിശക്തമായി ചുറ്റിത്തിരിഞ്ഞു. ആ കാറ്റിന്റെ ശക്തിയിൽ കാറ് എടുത്തെറിയുമെന്ന് വരെ തോന്നി. വറീസിന് കണ്ണു തുറക്കാൻ കഴിഞ്ഞില്ല. കണ്ണിലും വായിലും മൂക്കിലുമൊക്കെ പൊടിയടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങൾക്ക് മാത്രമേ ചുഴലിക്കാറ്റിന്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരുന്നുള്ളൂവെന്ന് വറീച്ചനും ജെയിംസിനും തോന്നി. ആ തോന്നൽ സത്യവുമായിരുന്നു. ഒപ്പം വന്ന ഒരൊറ്റ ജോലിക്കാരനും കാറ്റിന്റെയോ പൊടിയുടെയോ കെടുതി അനുഭവിക്കേണ്ടി വന്നില്ല. ചുഴലിക്കാറ്റ് അപ്പനെയും മകനെയും ആക്രമിക്കുന്നത് അമ്പരപ്പോടെ നോക്കി നിൽക്കാനേ അവർക്കായുള്ളൂ. കാറ്റിൽ നിന്ന് അവരെ പുറത്തേക്ക് വലിച്ച് രക്ഷപ്പെടുത്താൻ ഒന്നു രണ്ടു പേർ ശ്രമിക്കാതിരുന്നില്ല. പക്ഷേ അങ്ങോട്ടടുക്കും മുമ്പ് ആരോ അവരെ അടിച്ചു തെറിപ്പിച്ചു.
10 മുഷ്ടികളുടെ ഒന്നിച്ചുള്ള ശക്തിയായിരുന്നു ആ ഒറ്റയടിക്ക്. അതുകൊണ്ട് അവരുടെ മൂക്കും ചുണ്ടും മുറിഞ്ഞ് ചോര പൊടിഞ്ഞു. രക്ഷയില്ലട ജെയിംസേ, നീ ചെന്ന് വികാരിയച്ഛനെ വിളിച്ചോണ്ട് വാ. ഇതൊരു തരം ആക്രമണമാ, പ്രേതാവശ്യമാ. വല്ല വിധേനയും വറീച്ചൻ വിളിച്ചു പറഞ്ഞു. പക്ഷേ ജെയിംസ് കേട്ടുപോലുമില്ല. അവൻ കമിഴ്ന്നടിച്ച് മണ്ണിൽ കിടക്കുകയായിരുന്നു. ആക്രമണം ഏറ്റവും രൂക്ഷമായി അനുഭവപ്പെടുന്നത് അവനാണ്. പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, കാറിലേക്ക് കയറാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇത് രണ്ടും നടക്കില്ലെന്ന് തീർച്ചയായിരുന്നു. നമുക്ക് തറവാട്ടിലേക്ക് തന്നെ കയറാം. ഈ ശല്യമൊന്നും അടങ്ങിയിട്ട് മേടയിലേക്ക് പോകാം. വറീച്ചൻ പറഞ്ഞതും മണ്ണിൽ കിടന്നുരുണ്ട് തറവാട്ട് മുറ്റത്തേക്ക് നീങ്ങിയതും ഒരുമിച്ചായിരുന്നു. വലിയ വീട്ടിൽ തറവാടിന്റെ മുറ്റത്ത് ശരീരം സ്പർശിച്ച നേരം അയാളെ ചൂഴ്ന്നു നിന്നിരുന്ന ചുഴലിക്കാറ്റ് വിട്ടൊഴിഞ്ഞു. എടാ ജെയിംസേ, ഇങ്ങോട്ട് പോന്നോടാ. അവിടെ നിന്ന് മാറിയാ കാറ്റ് ആക്രമിക്കില്ല. ജെയിംസ് അത് കേട്ട അനുസരിച്ചു. അവനും ആ അത്ഭുതം അനുഭവിച്ചു. അത്ര നേരവും ചുറ്റിക്കറങ്ങിയ ചുഴലിക്കാറ്റ് അതിശയകരമായ വേഗത്തിലാണ് അവിടെ വിട്ടൊഴിഞ്ഞത്. തണുത്ത വെള്ളത്തിൽ പലവട്ടം മുഖം കഴിയിട്ടും വറീച്ചന് ശരിയായി കണ്ണുകൾ തുറക്കാൻ കഴിഞ്ഞില്ല. ജെയിംസിന്റെയും അനുഭവം അതുതന്നെയായിരുന്നു. എന്തൊരു ഗതികേടാണ് സംഭവിച്ചത്. പുലരിക്ക് മുമ്പ് ഒരിക്കൽ കൂടി പുറത്തേക്കിറങ്ങാൻ അവ ശ്രമിച്ചു. എത്ര നേരമാണ് മുറ്റത്ത് കുത്തിയിരിക്കുന്നത്. ഇരുവരും ഒന്നിച്ച് പടിക്കിലെത്തിയ നേരം വീണ്ടും കേട്ടു കാറ്റിന്റെ ചുളവിളി. ഭയന്ന് പിന്നോട്ടവർ ഓടി. തങ്ങളെ പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്ന വാശി പോലെയായിരുന്നു അത്. ഇനി വെളുക്കാൻ കുറച്ചേ ഉള്ളൂ. അപ്പച്ചന് അകത്ത് ചെന്നൊന്ന് കിടക്ക്. വെളുത്തിട്ട് ചെന്ന് അച്ഛനെ കൊണ്ടുവരാം. അകലെ എങ്ങോ പുലർച്ചക്കോഴി കൂവുന്നു. കണക്കൂട്ടലുകളെല്ലാം തെറ്റി. ഇനി വന്നതിന് ശേഷം നേരം പുലരുമ്പോൾ വലിയ വീട്ടിൽ തറവാടിന്റെ ഉമ്മറത്ത് ചാരുകസേരയിൽ അങ്ങനെ കിടക്കുന്ന തന്നെ കണ്ടുകൊണ്ടാവണം ഗ്രാമം ഉണരേണ്ടതെന്ന് സ്വപ്നം കണ്ടു. അത് സ്വപ്നമായി തന്നെ അവശേഷിച്ചിരിക്കുന്നു. ആരോടും ഒന്നും പറഞ്ഞില്ല. മകന്റെ പോലും മുഖത്ത് നോക്കാതെ ഉമ്മറത്തു നിന്ന് വറീച്ചനകത്തേക്ക് കയറി. വാസുദേവമേനോന്റെ കട്ടിൽ, അതിനു മുകളിൽ ചുരുട്ടി വച്ചിരുന്ന കിടക്ക കൊണ്ടുപോകാൻ പാകത്തിൽ തയ്യാറാക്കിയതാണ്. അത് കൊണ്ടുപോകാൻ അയാളെ അനുവദിക്കേണ്ടതായിരുന്നുവെന്ന് വറീച്ചന് ആദ്യമായി അപ്പോൾ തോന്നി. അത്ര നാളും ഉപയോഗിച്ച മേനോന്റെ കിടക്ക കൊണ്ട് തനിക്കൊരു ഉപകാരവും ഉണ്ടാകാനില്ല. കട്ടില് കിടക്കട്ടെ, ഒന്നില്ലേലും അത് ഈട്ടിക്കാതൽ കൊണ്ട് പണിതതല്ലേ. വിലപിടിപ്പുള്ള ഒരു വീട്ടുപകരണം. പായും തലേണുമൊക്കെ തനിക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. മേനോൻ വാടക വീട്ടിൽ വെറും നിലത്താവും കിടക്കുക. താൻ കൊടുത്ത പണം കൊണ്ട് വീട്ടുപകരണങ്ങളെല്ലാം വാങ്ങാൻ തികയില്ല. പ്രതീക്ഷയോടെ കെട്ടിവെച്ചതാണ്. അപ്പോൾ തനിക്ക് അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കും. ഉപ്പുചിരട്ട പോലും എടുക്കാൻ അനുവദിക്കാതെ വലിയ വീട്ടിൽ മേനോനെ ഇറക്കി വിട്ടുവെന്ന് പറഞ്ഞു കേൾക്കാൻ നല്ല സുഖം. അയാൾ തൻ്റെ ശത്രുവായിരുന്നില്ല. പക്ഷേ തനിക്കുള്ളതിനേക്കാൾ മാന്യത നാട്ടിൽ മേനോനുണ്ടായിരുന്നു. തറവാട്ടു മഹിമയും ഉണ്ടായിരുന്നു. ശത്രുവിനോട് പോലും മാന്യത കാട്ടുകയാണ് വല്ലിപ്പമെന്ന് വറീച്ചനറിയാൻ കഴിയാതെ പോയി. മേനോൻ കൊച്ചാകുന്നത്, തൻ്റെ മുന്നിൽ അയാൾ കടുകുമണിയോളം ചെറുതാകുന്നത് തൻ്റെ അന്തസ്സ് വളർത്തുമെന്ന് വറീച്ചൻ ധരിച്ചുപോയി. അവസാനം ജെയിംസ് പണക്കിഴി മേനോന്റെ നേർക്ക് എറിഞ്ഞു കൊടുക്കുകയായിരുന്നു, പട്ടിയുടെ മുന്നിലേക്ക് എല്ലുകഷ്ണം ചാണ്ടുന്നത് പോലെ. എല്ലാം ചെയ്തത് വരുന്ന പുലരിയിൽ വലിയ വീട്ടിൽ കാരണവരായി തനിക്ക് കിടക്കാനായിരുന്നു. എന്നിട്ടും സാധിക്കാതെ വന്നിരിക്കുന്നു. മേനോന്റെ മനസ്സ് നൊന്തിരിക്കണം. അയാൾ അറിഞ്ഞ് ശപിച്ചിരിക്കണം. അന്തസ്സായി സത്യസന്ധരായി കഴിയുന്നവരുടെ മനസ്സു നൊന്ത വാക്കുകൾ ഫലിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു അറം പറ്റിയതാണോ തനിക്ക്? ഓരോന്നാലോചിച്ച് വറീച്ചൻ കട്ടിലിൽ കയറി കിടന്നു. തറവാട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ പറ്റില്ലെന്ന് വന്നാൽ എന്തു ചെയ്യും? കട്ടിലിലേക്ക് ചെരിഞ്ഞതേ വറീച്ചൻ ഓർക്കുന്നുള്ളൂ. അടുത്ത ക്ഷണം അത് സംഭവിച്ചു. കട്ടിലിൽ നിന്ന് ഏതോ അജ്ഞാത കരങ്ങൾ വറീച്ചനെ എടുത്തുയർത്തി നിലത്തേക്കെറിഞ്ഞു. വീണ്ടും ഭയന്നുള്ള ഒരു നിലവിളി. ചാടി എണീറ്റ വറീച്ചൻ ഉമ്മറത്തേക്ക് ഓടി. എന്താ അപ്പച്ചാ? ജെയിംസ് ഭയത്തോടെയാണ് ചോദിച്ചത്. ഈ വീട്ടിൽ തങ്ങൾക്കെതിരെ എന്തൊക്കെയോ നടക്കുന്നുണ്ടുവെന്ന് അവന് തോന്നിത്തുടങ്ങിയിരിക്കുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന തൻ്റെ ഇടം ചോർന്നിരിക്കുന്നു. അഹങ്കാരത്തിന്റെ പത്തിക്ക് തന്നെ അടിയേറ്റിരിക്കുന്നു. വറീച്ചൻ നിന്ന് വിറയ്ക്കുകയെന്നല്ലാതെ മറുപടി ഒന്നും പറയുന്നില്ല. വീണ്ടും എന്താണ് സംഭവിച്ചത്? എടാ ജെയിംസേ, എല്ലാം കുഴഞ്ഞു. വീടിന് പുറത്തേക്കും വയ്യ, വീടിനുള്ളിലേക്കും വയ്യ. ഇതൊരു കെണിയായി പോയി. ഇനി എന്താടാ ഒരു മാർഗം? ആരാണ്ട് പറഞ്ഞ പോലെ വല്ല കൂടോത്രം ചെയ്തിട്ടാണോ അയാൾ പോയത്? ജെയിംസിന് മറുപടിയില്ല. നേരമൊന്ന് പുലർന്നിട്ട് വേണം പള്ളിയിലേക്ക് പോകാൻ, അച്ഛനെ വിളിച്ചുകൊണ്ട് വരാൻ. വെഞ്ചിരിക്കാത്ത വീട്ടിലേക്ക് വന്നത് തന്നെ കുഴപ്പമായി. ഒന്നും ആലോചിച്ചില്ല. ചെയ്തതെല്ലാം അബദ്ധമാണ്, കാട്ടിയതെല്ലാം വല്ലാത്ത തിടുക്കമാണ്. ഇനി എന്തു ചെയ്യും? സ്വന്തമായൊരു തീരുമാനമെടുക്കാൻ അവന് കഴിയില്ല. അതുകൊണ്ടായിരിക്കാം വറീച്ചന്
അവന് പ്രിയവും. പറയുന്നത് അക്ഷരം പടി അനുസരിക്കും. പക്ഷേ ഇപ്പോൾ അപ്പച്ചനെ അനുസരിക്കാൻ അവനും കഴിയാതെ പോയി. അനുസരിക്കാഞ്ഞിട്ടല്ല, അത് സാധിക്കാൻ കഴിയാഞ്ഞിട്ടാണ്. നേരം വെളുക്കുകയും പ്രപഞ്ചം പ്രകാശമാനമായി മാറുകയും ചെയ്ത മുഹൂർത്തത്തിൽ തന്നെ ജെയിംസ് അച്ഛനെ കൊണ്ടുവരാൻ പള്ളിയിലേക്ക് പോകാൻ ഒരുങ്ങി. പൊടി പിടിച്ച നാനാവിധമായ കാറ് ഏറെ പരിശ്രമഫലമായി വേലക്കാർ കഴുകി വൃത്തിയാക്കിയിരിക്കുന്നു. അവൻ അതിവേഗം കാറിനടുത്തേക്ക് നീങ്ങി. പടി കടക്കാൻ തെല്ല് ബുദ്ധിമുട്ടുണ്ടാകുമെന്നവൻ ഭയപ്പെടാതിരുന്നില്ല. പക്ഷേ അതുണ്ടായില്ല. പടി കടന്നു. കാറിന്റെ ഡോർ തുറക്കാൻ പിടിയിൽ കൈവച്ചതും ഡോർ അകത്തുനിന്ന് ആരോ തുറന്നതുപോലെ ശക്തിയായി അവനെ ഇടിച്ചു തെറിപ്പിച്ചതും ഒരു നിമിഷാർദ്ധത്തിലായിരുന്നു. നെഞ്ചും അരക്കെട്ടും അടച്ചാൻ അടി. ജെയിംസ് തെറിച്ചു വീണത് കൃത്യമായും വലിയ വീട്ടിൽ തറവാടിന്റെ മുറ്റത്ത് തന്നെ. ശ്വാസം നേരെയാവാൻ പിന്നെയും അവനേറെ നേരം വേണ്ടി വന്നു. അത് കണ്ട അവനേക്കാൾ പകച്ചത് വറീശനായിരുന്നു. ഇതൊരു വല്ലാത്ത ദുരന്തം തന്നെയാണല്ലോ എൻ്റെ കർത്താവേ. താൻ തുറന്നപ്പോൾ കൈവഴുതി ഡോർ ദേഹത്തിടിച്ചതായി തോന്നിയതാണെന്ന് സമാധാനിച്ച് വീണ്ടും ഒരു വട്ടം കൂടി ജെയിംസ് കാറിനരികിലേക്ക് ചെന്നു. ഇത്തവണ ഡോറിൽ കൈവയ്ക്കേണ്ടി പോലും വന്നില്ല. അവൻ അടുത്തു ചെന്ന മാത്രയിൽ ആ വശത്തെ 2 ഡോറുകളും ഒരുമിച്ച് തുറന്ന് തനിയെ അടഞ്ഞു. കാർ ആകെ ഉലഞ്ഞു. ആ വശത്ത് നിന്ന് ഒഴിഞ്ഞ് ജെയിംസ് കാറിന്റെ മുൻവശത്ത് ചെന്നു. അതേ ക്ഷണത്തിൽ അവൻ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറേണ്ടി വന്നു. എഞ്ചിൻ തനിയെ സ്റ്റാർട്ടായിരിക്കുന്നു. അതിപ്പോൾ തന്റെ നേരെ കുതിച്ചു വന്നേക്കുമെന്ന് അവൻ ഭയന്നു. കാറിനുള്ളിൽ ആരെങ്കിലും കയറിയിട്ടുണ്ടോ? ഇല്ല, ആരുമില്ല. ഭയം കൊണ്ട് കിടുകിടെ വിറച്ച ജെയിംസ് ഒറ്റച്ചാട്ടത്തിന് തറവാട്ടു വളപ്പിൽ കയറി. അവനെ കടുത്ത നിരാശ ബാധിച്ചിരിക്കുന്നു. ഇത് കുഴപ്പമാണ്, കുഴപ്പം തന്നെയാണ്. ഞങ്ങൾക്ക് ഈ വളപ്പിനപ്പുറത്തേക്ക് കടക്കാൻ കഴിയില്ല. ആരോ അതിന് ഞങ്ങളെ അനുവദിക്കുന്നില്ല. നേരം വെളുത്ത എല്ലാം തീരുമാനമാവുമെന്ന് കരുതി. പക്ഷേ രാത്രിയിലത്തേക്കാൾ സംഭ്രമവും സമ്മാനിച്ചുകൊണ്ടാണല്ലോ പുലരിയുടെ വരവ്. എടാ, ഇനി എന്താ ഒരു പോം വഴി? ആരെങ്കിലും മേടയിലേക്ക് അയക്കാം. ജോസിനോടോ തങ്കച്ചനോടോ ഇങ്ങോട്ട് വരാൻ പറയും. അവരെ വിട്ട് അച്ഛനെ വരുത്താം. അതൊരു നല്ല നിർദ്ദേശമായിരുന്നു. ആളുകൾ വഴിയെ പോയി തുടങ്ങുന്നു. അവരെ അഭിമുഖീകരിക്കാൻ കഴിയാതെ വറീച്ചൻ മുഖം കുനിച്ചിരുന്നു. രാജശേഖരൻ ഒന്നും പരുങ്ങാതിരുന്നില്ല. തികച്ചും അപരിചിതനാണ് മുന്നിലിരിക്കുന്നത്. ഇതിനു മുമ്പ് എവിടെ വെച്ചെങ്കിലും കണ്ടതായി യാതൊരു ഓർമ്മയുമില്ല. അച്ഛനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നിടത്തേക്കാണ് അവൻ കയറി ചെന്നത്. മോനെ, ഇത് ശേഖരമേനോൻ. നാട്ടിലെ നമ്മുടെ അയൽക്കാരനെന്ന് പറയും. പക്ഷേ നിനക്ക് പരിചയമുണ്ടാവില്ല. കാരണം മേനോൻ വീട് വിട്ടിറങ്ങാറില്ല. വീട് വിട്ടിറങ്ങാത്ത ആ അത്ഭുത മനുഷ്യനെ അവൻ കൗതുകത്തോടെ നോക്കി. ഉപചാരപൂർവ്വം തൊഴുകയും ചെയ്തു. പ്രത്യഭിവാദനം ചെയ്ത് അയാൾ അവനോട് പറഞ്ഞു, ഞാൻ നിന്നെ കാണാനാണ് വന്നത്. നിന്നെ മാത്രം. ഒന്നും ഇങ്ങോട്ട് പറയണ്ട. കാര്യങ്ങളെല്ലാം, ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. യഥാർത്ഥത്തിൽ നിങ്ങൾ ഇങ്ങനെ ജീവിക്കേണ്ടവരല്ലെന്ന് എനിക്കറിയാം. വറീച്ചിന് സംഭവിക്കേണ്ടത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തറവാട്ടിൽ അന്തി ഉറങ്ങാൻ അയാൾക്ക് കഴിയില്ല. അതിൻ്റെ അവകാശം നിങ്ങൾക്ക് മാത്രമാണ്. രാജശേഖരൻ ഉത്കണ്ഠയോടെയാണ് ശ്രദ്ധിച്ചത്. അവനൊന്നും മനസ്സിലായില്ല. അച്ഛനെയും അവൻ ശ്രദ്ധിച്ചു. ആ വീട്ടിലെത്തിയതിനു ശേഷം അച്ഛൻ്റെ മുഖം അത്രയും പ്രസന്നമായി അവൻ കാണുന്നത് ആദ്യമായിരുന്നു. വല്ലാത്തൊരു സംതൃപ്തിയായിരുന്നു ആ മുഖത്ത്. അത് പുഞ്ചിരിയല്ലെന്ന് രാജശേഖരൻ അറിഞ്ഞു. പറയുന്നത് മനസ്സിലായില്ലെന്ന് എനിക്കറിയാം. ഞാനങ്ങ് തുറന്നു പറഞ്ഞേക്കാം. വറീച്ചിനെ കൊണ്ട് ഇത്രയുമൊക്കെ ചെയ്യിച്ചത് ഞാനാണ്. ഉണ്ണിമായയെ കൊലപ്പെടുത്താൻ അയാളെ പ്രേരിപ്പിച്ചതും നിങ്ങളെ ഇറക്കിവിടാൻ പ്രേരിപ്പിച്ചതും ഞാനാണ്. സംശയിക്കേണ്ട, എല്ലാം ഒരു നന്മയുദ്ദേശിച്ച് ചെയ്തതാണ് ഞാൻ. ഒന്ന് നിർത്തിയിട്ട് അയാൾ വീണ്ടും തുടർന്നു. ഞാനൊരു ഒറ്റയാനാണ്. എനിക്ക് ആൺമക്കളില്ല. അല്ലറ ചില്ലറ മന്ത്രതന്ത്രങ്ങൾ അറിയാം. പക്ഷേ അത് എൻ്റെ പിടിയിൽ നിൽക്കാത്തിടത്തോളം കാലം എനിക്ക് തനിയെ ഒന്നും ചെയ്യാനാവില്ലെന്ന് നില വന്നു. നിങ്ങളെക്കാളും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു കാലത്ത് ഞാൻ. എനിക്കൊന്നും ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നില്ല. 3 പെൺമക്കൾ. മൂത്ത മകളെ അയാൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ ആവേശം കൊണ്ട് അയാളുടെ വേഗതയേറി. കണ്ണുകൾ ചുവന്നു. നേരിയ വിക്കും കൊണ്ട് വാക്കുകൾ തടസ്സപ്പെടുകയും ചെയ്തു. മകളെ നശിപ്പിച്ചതു മാത്രമാണെങ്കിൽ സഹിക്കാമായിരുന്നു വെച്ചോ. പക്ഷേ അയാൾ കൊലപ്പെടുത്തുകയും ചെയ്തു. അയാൾക്കെതിരെ ചെറുവിരൽ പോലും അനക്കാൻ എനിക്ക് കഴിവുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞാണ് മന്ത്രതന്ത്രങ്ങളുടെ അത്ഭുത ലോകത്തെക്കുറിച്ച് ഞാൻ കേട്ടത്. ഒറ്റയ്ക്കിരുന്ന് കുറേയൊക്കെ പഠിച്ചതുകൊണ്ട് ഗുണമുണ്ടായില്ലെന്ന് പറഞ്ഞുകൂടാ. കുറേയൊക്കെ ഗുണമുണ്ടായി. വറീച്ചിനെ കൊണ്ട് കൂടുതൽ വൃത്തികേടുകൾ ചെയ്യിക്കാൻ കഴിഞ്ഞു. ഒടുവിലാണ് അറിഞ്ഞത് നിങ്ങൾക്കെതിരെ അയാൾ തിരിഞ്ഞ കഥ. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ദുരന്തം സംഭവിച്ചു കഴിഞ്ഞിരുന്നു.
നിങ്ങളെ തപ്പി ഞാൻ ഇങ്ങോട്ടെത്തിയത് വെറുതെയല്ല. രാജശേഖരന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. നിങ്ങളുടെ പോയ പ്രഭാതം വീണ്ടെടുക്കാൻ, നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ. രാജശേഖരന് അപ്പോഴും ഒന്നും മനസ്സിലായില്ല. എനിക്ക് എന്തു ചെയ്യാൻ കഴിയും? അധ്വാനിച്ച് കുറെ പണമുണ്ടാക്കി വറീച്ചനിൽ നിന്ന് തറവാട് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കാമെന്നല്ലാതെ. അതുമാത്രമല്ല, അയാളുടെ അഹംഭാവത്തിന് അടിയേൽപ്പിക്കാൻ രാജശേഖരന് കഴിയണം. അത് പറയാനാണ് ഞാൻ നിനക്ക് വേണ്ടി കാത്തിരുന്നത്. എങ്ങനെ? രാജശേഖരന് ഉത്കണ്ഠ തോന്നി. ഒരു പുതിയ പ്രതീക്ഷ, താല്പര്യം. എങ്ങനെ? ഒരിക്കൽ കൂടി അവൻ അങ്ങനെ ചോദിച്ചു പോയി. പറയാം. അദ്ദേഹം മേനോന്റെ മുഖത്തേക്ക് നോക്കി. അച്ഛനും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കാതു കൂർപ്പിക്കുകയാണെന്ന് അവന് തോന്നി. നീ മന്ത്രം പഠിക്കണം. എനിക്കറിയാവുന്ന മന്ത്രങ്ങൾ കൊണ്ട് വറീച്ചനെ വിറപ്പിക്കാനേ കഴിയൂ. കുറെ കാലം ഭയപ്പെടുത്തൽ, എന്നാൽ അതുപോരാ. അയാളെ ശാശ്വതമായി ഒതുക്കുക തന്നെ വേണം. നിങ്ങൾക്കറിയാമോ, ഉണ്ണിമായ എന്ന നർത്തകിയെ കൊന്നത് വറീച്ചനായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ വറീച്ചന്റെ നിർദ്ദേശാനുസരണം അയാളുടെ മകൻ ജെയിംസാണ് അത് ചെയ്തത്. അതിന്റെ ഫലം ഇപ്പോഴവൻ അനുഭവിക്കുകയാണെന്നത് വേറെ കാര്യം. ഉണ്ണിമായയുടെ പ്രേതരൂപം പ്രത്യക്ഷപ്പെടുത്താനും ഇരുവരെയും ഭയപ്പെടുത്താനുമേ എനിക്ക് കഴിഞ്ഞുള്ളൂ. അത്രയുമേ കഴിയൂ. പിന്നെ വലിയ വീട്ടിൽ തറവാട്ടിന് ചുറ്റും ഒരു മാന്ത്രിക വലയം സൃഷ്ടിക്കാനും. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, തൽക്കാലം അവർക്ക് വീട് വിട്ട് പുറത്തിറങ്ങാൻ കഴിയില്ല. പക്ഷേ അത് മാറ്റാൻ അവർക്ക് കഴിയും. ഒരച്ഛൻ വെഞ്ചരിച്ചാൽ ആ മാന്ത്രിക വലയം ഇല്ലാതെ പോകും. അച്ഛനെ, അതെ, ഒരു പുരോഹിതനെ തളയ്ക്കാൻ തൽക്കാലം കഴിയില്ല. വെഞ്ചരിപ്പ് കഴിയുന്ന വേളയിലെങ്കിലും പുറത്തിറങ്ങാൻ അവർക്ക് കഴിയും. രാജശേഖരൻ ചെയ്യേണ്ടത് അവരെ അവിടെ ഒറ്റ ദിവസം പോലും പാർപ്പിക്കാതിരിക്കാനുള്ള ശ്രമമാണ്. അത് നിങ്ങളുടെ വീടാണ്. നിങ്ങൾ മാത്രം പാരമ്പര്യമായി അവിടെ പാർക്കേണ്ടവരാണ്. ചതിവിലൂടെ സ്വത്തുക്കൾ കൈവശമാക്കുകയും വീട് കൈയെടുക്കുകയും ചെയ്തത് വറീച്ചന്റെ കുടില തന്ത്രം പൊളിക്കണം. ഒരാൺതരി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് മറ്റൊരാളെ തേടേണ്ടി വരില്ലായിരുന്നു. എന്നാൽ രണ്ടു കൂട്ടരും തുല്യ ദുഃഖിതരാണ്. കേട്ടുകൊണ്ടിരുന്നപ്പോൾ രാജശേഖരന് ഉത്സാഹം തോന്നി. എന്നെക്കൊണ്ട് അത് സാധിക്കുമോ? സംശയം തുറന്നു ചോദിക്കുകയും ചെയ്തു. എന്തുകൊണ്ട് കഴിയില്ല? ശ്രമിച്ചാൽ കരഗതമാക്കാൻ കഴിയാത്തതായി എന്തുണ്ട് ഈ ലോകത്തിൽ? നിതാന്ത ജാഗ്രത, നിത്യശ്രദ്ധ, അത്യധ്വാനം, കഠിന പരിശ്രമം, സർവോപരി ലക്ഷ്യം പൂകിയെ അടങ്ങുമെന്ന മനസ്സിന്റെ ദൃഢനിശ്ചയം. അത്രയുമുണ്ടെങ്കിൽ ലോകം നമ്മുടെ കാൽച്ചോട്ടിലാകും. ആഗ്രഹങ്ങൾക്ക് അർത്ഥമുണ്ടാകും. രാജശേഖരൻ അച്ഛൻ്റെ നേരെ നോക്കി. അച്ഛനും തന്നെ ശ്രദ്ധിക്കുകയാണ്. ഒന്ന് ശ്രമിച്ചു നോക്കാനൊരാഗ്രഹം മതി. മേനോൻ ഒരു നെടുനിശ്വാസത്തോടെ പുഞ്ചിരിച്ചു. നിന്റെ ആദ്യത്തെ വാക്ക് തന്നെ ആശാവഹമാണ്. ഒരു കർമ്മത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പ് തന്നെ അതാണല്ലോ. എങ്കിൽ ശ്രദ്ധിക്ക്. ഞാൻ പറയുന്നത് പോലെ നീങ്ങാൻ കഴിയുമോ എന്ന് നോക്ക്. മേനോൻ ഒന്നിളകിയിരുന്നു. രാജശേഖരനും താല്പര്യത്തോടെ ചെവി കൂർപ്പിച്ചു. എടാ ജോസേ, നമുക്ക് എവിടെ നിന്ന് ഇറങ്ങാൻ ഒക്കുന്നില്ലടാ. നീ വേഗം ചെന്ന് അച്ഛനെ കൂട്ടി വാ. മകൻ പടിക്കലെത്തിയപ്പോഴേ വറീച്ചൻ വിളിച്ചു പറഞ്ഞു. എന്തു പറ്റി അപ്പച്ച? എന്താ ചേട്ടാ കുഴപ്പം? അങ്ങനെ ചോദിച്ചുകൊണ്ട് പടിക്കൽ നിന്ന് അകത്തേക്ക് കയറാൻ ജോസ് കാലെടുത്ത് കുത്തിയതും ഒരു മോങ്ങലോടെ അവൻ പിന്നിലേക്ക് തെറിച്ച് വീണതും ഒപ്പം കഴിഞ്ഞു. അടി. മുഖമടച്ചാണ് അടിയേറ്റത്. അലക്കി തേച്ച വസ്ത്രങ്ങൾ നാനാവിധമായി. അവൻ്റെ മൂക്കിൽ നിന്നും ചോര പൊടിഞ്ഞു. മുൻവരിയിലെ 2 പല്ലുകൾ ഇളകിയിരുന്നു. എന്താണ് ഉണ്ടായതെന്നറിയാതെ വീണ്ടും പിടഞ്ഞെണീറ്റ് ഓടിക്കയറാൻ തുടങ്ങിയപ്പോൾ രണ്ടാമത്തെ ആഘാതം. തലക്കിട്ട് ഇരുമ്പുകൂടം വെച്ച് താങ്ങിയതുപോലെ. അമ്മേ! ഇരു കൈകളും തലയിൽ താങ്ങി അവൻ തറയിലിരുന്നു. അക്ഷരാർത്ഥത്തിൽ കണ്ണിൽ കൂടി പൊന്നീച്ച പറന്നു. കണ്ണുകൾക്ക് മുന്നിൽ നക്ഷത്രങ്ങൾ മിന്നിപ്പൊലിഞ്ഞു. ഇങ്ങോട്ട് കയറാൻ നോക്കണ്ടട ജോസ് മോനെ. വന്ന വഴിക്ക് തിരിച്ചു പൊക്കോ. അച്ഛനെത്താതെ നിനക്ക് ഇങ്ങോട്ടോ ഞങ്ങൾക്ക് അങ്ങോട്ടോ ഇറങ്ങാനൊക്കത്തില്ല. ഞങ്ങളുടെ അവസ്ഥ നിന്നേക്കാൾ കഷ്ടമാണ്. അപ്പൻ്റെ പരിക്ഷീണമായ ശബ്ദമാണ് അവൻ കേൾക്കുന്നത്. അതിന് മാത്രം എന്തുണ്ടായി? ജോസിന് ഒരു എത്തും പിടിയും കിട്ടിയില്ല. സാരമായതെന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പച്ചൻ വലിയ വീട്ടിൽ തറവാട്ടിലെ കാരണവരായി കിടക്കുന്നത് കാണാൻ ഓടിയെത്തിയതാണ്. കൊണ്ടുവന്ന വീട്ടു സാധനങ്ങൾ പോലും ഇറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളൊരു വല്ലാത്ത കുരിശിലാടാ. നീ എങ്ങനെയെങ്കിലും അച്ഛനെ കൊണ്ടുവരാൻ നോക്ക്. പിന്നീട് പറയാം എല്ലാം. ജോസ് വല്ല വിധേനയും കാറിൽ കയറി. തലയ്ക്ക് വല്ലാത്ത ഭാരം, കണ്ണുകൾക്ക് മങ്ങൽ. എങ്കിലും വണ്ടിയെടുത്തു. കഴിയുന്നിടത്തോളം വേഗത്തിൽ കാർ പാലിച്ചു. കുർബാനയ്ക്ക് കയറാൻ അച്ഛൻ ഒരുങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിനു മുമ്പേ എങ്ങെത്തിക്കാമെന്ന് ജോസിന്റെ പിടിവാശി. ആവശ്യത്തിന്റെ പ്രാധാന്യം കാരണം അച്ഛൻ ഒപ്പം ചെല്ലാമെന്ന് സമ്മതിക്കുകയും കാറിൽ കയറുകയും ചെയ്തു. കാർ തിരിച്ചു പായുകയാണ്. പ്രധാന വഴിയിലേക്ക് കയറി ഓടാൻ തുടങ്ങിയ കാറിലിരുന്ന് ജോസ് ഒന്ന് ഞെട്ടി. ആഗ്രഹിക്കാതെ വേഗത കൂടുന്നുണ്ടോ?
ആക്സിലേറ്ററിൽ നിന്ന് അവൻ കാലെടുത്തു. പക്ഷെ കാറിന്റെ വേഗത കുറയുന്നില്ല. ആക്സിലേറ്റർ തനിയെ താഴേക്ക് അമർന്നുകൊണ്ടിരിക്കുന്നു. പതുക്കെ മതി ജോസേ, ഇത്രയും വേഗം വേണ്ട. പക്ഷെ ജോസ് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ബ്രേക്ക് പെഡൽ താഴ്ന്നതേയില്ലെന്നത് അച്ഛനോട് എങ്ങനെ പറയും? കാറിന് പിന്നെയും വേഗതയേറുകയാണ്. അച്ഛൻ അന്താളിക്കുന്നതും കൂടെ കൂടെ കുരിശു വരയ്ക്കുന്നതും ജോസുകുട്ടി ഒരു നോക്ക് കണ്ടു. എത്ര തിടുക്കമുണ്ടെങ്കിലും ഇത്രയും വേഗത്തിൽ വാഹനം ഓടിക്കുന്നത് ശരിയാണോ മകനെ? അച്ഛൻ്റെ ശബ്ദം കലമ്പിയിരുന്നു. ഞാനല്ലത് ചെയ്യുന്നത് അച്ഛോ. ഓർക്കാതെ ഒരു നിലവിളി പോലെ അവൻ പറഞ്ഞുപോയി. പിന്നെ? അച്ഛൻ ഞെട്ടി. എന്താണ് മകനെ, ഈ വാഹനത്തിന് എന്തു പറ്റി? അതാണിപ്പോൾ എനിക്കും അറിയാത്തത് അച്ഛോ. ഞാൻ ആക്സിലേറ്ററിൽ കാല് അമർത്തുന്നതേയില്ല. അത് തനിയെ അമരുകയാണ്. ബ്രേക്കിൽ ചവിട്ടിയിട്ട് അത് താഴുന്നില്ല. ക്ലച്ച് അങ്ങനെയാണ്. കർത്താവേ, നീ കാക്ക്. അച്ഛൻ്റെ ശബ്ദം ജോസുകുട്ടി വ്യക്തമായി കേട്ടു. കാർ ഇരച്ചു പായുകയായിരുന്നു. ഒരുതരം മരണവേഗത. വളവും തിരിമൊക്കെ വാശിയെടുത്ത് ടയറൊരിച്ചുകൊണ്ട് മദ്യപാനായ ഒരു ഡ്രൈവറുടെ ഭ്രാന്തൻ ഡ്രൈവിംഗ് പോലെ. ജോസുകുട്ടി ഗിയർ മാറ്റാനും ഒരു ശ്രമം നടത്തി. ഇല്ല, അനങ്ങുന്നില്ല. അതും സ്റ്റക്ക്. ആ കാറിൻ്റെ ചലിക്കുന്ന ഏക ഭാഗം ആക്സിലേറ്റർ മാത്രമാണ്. അത് സ്വയം ചലിക്കുകയാണ്. അപ്പോൾ പിന്നെ വേഗത വളരുകയല്ലാതെ തെല്ലും കുറയുകയല്ലെന്ന് ജോസുട്ടി അറിഞ്ഞു. ഒരു കൊടുങ്കാറ്റ് പോലെ വലിയ വീടിൻ്റെ പടിക്കിലൂടെ കാർ കുതിച്ചു പാഞ്ഞു. വറീച്ചനും ജെയിംസും അത് മിഴിച്ചു നോക്കിയിരുന്നു. വീടിൻ്റെ കുറേയേറെ മുന്നോട്ട് പോയ ആ കാർ ഒരു മരത്തിലിടിച്ചു നിന്നു. ഇടിയുടെ ആഘാതത്തിൽ പിൻഡോർ തുറന്നു. അച്ഛൻ തെറിച്ച മരച്ചോട്ടിലേക്ക് വീണു. അതുകൊണ്ടും ഒന്നുമായില്ല. പകുതിയോളം തകർന്ന കാറിൻ്റെ മുൻവശത്തെ വാതിലും സ്റ്റക്കായി. ജോസൂട്ടിക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. അവന് മുറിവുകളും പറ്റിയിരിക്കുന്നു. ഒരു മാത്ര എഞ്ചിൻ നിശബ്ദമായെങ്കിലും അടുത്ത ക്ഷണത്തിൽ അത് തനിയെ സ്റ്റാർട്ടായി പിന്നിലേക്ക് നീങ്ങി. മുന്നിലെ തടസ്സം ഒഴിവാക്കി അത് മുന്നോട്ട് കുതിച്ചു. ജോസൂട്ടി ഉറക്കെ നിലവിളിച്ചു. ഒരിക്കലും ഒരു കാറിന് ഓടാൻ കഴിയാത്ത വഴിയിലൂടെയും പുരയിടങ്ങളിലൂടെയും ചതുപ്പിനു നേരെ കുതിച്ചുയർന്ന കാർ നിലത്തു നിന്നുയർന്ന് ചതുപ്പിലേക്ക് മറിഞ്ഞു. കാർ ചതുപ്പിലേക്ക് താണുകൊണ്ടിരിക്കുമ്പോഴാണ് ആളുകൾ ഓടിയെത്താൻ തുടങ്ങിയത്. അച്ഛനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കാർ ചതുപ്പിൽ നിന്ന് ഉയർത്താൻ 10-200 പേർ കിണഞ്ഞു ശ്രമിച്ചുകൊണ്ടിരുന്നു. ഡോർ തല്ലി പൊളിച്ച് ജോസൂട്ടിയെ പുറത്തെടുത്തു. അവൻ ആകെ പരിക്ഷീണനായിരുന്നു. മുറിവുകളിൽ നിന്ന് രക്തം ഒരുപാട് വാർന്നുകൊണ്ടിരുന്നു. വിവരമറിഞ്ഞ വറീച്ചൻ വിയർത്തു. വീട് വെഞ്ചരിക്കാൻ പോലും കഴിയില്ലേ? അച്ഛന് നിസാര പരിക്കേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ ആക്രമിച്ച ശക്തിക്ക് പുരോഹിതനോടുള്ള ബഹുമാനം പ്രകടമാക്കുന്ന രീതിയാണിത്. ജെയിംസ് കുട്ടിക്കും ശബ്ദിക്കാനായില്ല. മറച്ചുവട്ടിലിട്ട ചാരുകസേരയിൽ വറീച്ചൻ ഹതാശനായി കിടന്നു. അതുവരെ ശാന്തമായിരുന്ന പ്രകൃതി പെട്ടെന്നാണ് മുഖം കറുപ്പിച്ചത്. മെല്ലെ വീശിക്കൊണ്ടിരുന്ന കാറ്റ് പൊടുന്നനെ വളർന്ന് മരച്ചില്ലകളെ ആട്ടിയുലച്ച് അതൊരു കൊടുങ്കാറ്റായി രൂപം പ്രാപിക്കുകയാണോ? വെയിൽ മങ്ങി. കാറ്റിൻ്റെ തീവ്രതയിൽ വറീച്ചനിരുന്നിരുന്ന മരച്ചുവട്ടിലേക്കും അതേ മരത്തിൻ്റെ ഒരു ശിഖരം അടർന്നു വീണു. ചെറിയൊരു ചില്ലയുടെ ശക്തിയായ ഒരടി കസേരയോടെ വറീച്ചനെ എടുത്തെറിഞ്ഞു. തറവാടിൻ്റെ ഓടുകൾ ഇളക്കി പറക്കാൻ തുടങ്ങി. ആ വീട് ആടിയുലയുകയാണ്. വറീച്ചൻ്റെ ദയനീയമായ നോട്ടം മകനിലേക്കും പിന്നെ വീടിന് നേരെയും ചെന്നു. ഇപ്പോൾ ആദ്യമായി ആത്മാർത്ഥമായും അയാൾ ആലോചിച്ചു പോകുന്നു. ഒന്നും വേണ്ടായിരുന്നു, ഒന്നും. പക്ഷേ വൈകി ഉദിക്കുന്ന വിവേകം ആരെയും എവിടെയും കൊണ്ടെത്തിക്കാറില്ല. വറീച്ചൻ്റെ അഹംഭാവത്തിന് ഏൽപ്പിച്ച ആദ്യത്തെ അടി പോലെ വലിയ വീട്ടിൽ തറവാടിൻ്റെ ഒരു ഭാഗം നിലംപൊത്തി. തൻ്റെ തലയിലേക്ക് തന്നെ ആകാശം ഇടിഞ്ഞു വീഴുന്നത് പോലെ തോന്നി വറീച്ചന്. ആരോ ആ തറവാട് ആകപ്പാടെ പിടിച്ചുലയ്ക്കുകയാണോ? ജെയിംസ് കുട്ടി കൈകളിൽ മുഖം താങ്ങി. ഒന്നും കാണാനുള്ള ശക്തിയില്ലാത്തതുപോലെ ഇരിക്കുകയാണ്. കാലം തെറ്റി വെള്ളിടി വിട്ടുന്നു. ചതുപ്പിൽ വീണ കാറിൽ നിന്നും ജോസുകുട്ടിയുടെ ശരീരം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കാർ ചതുപ്പിലേക്ക് കൂടുതൽ കൂടുതൽ താഴുകയാണ്. അത് ആണ്ടുപോയിടത്ത് കുറെ കുമിളകൾ മാത്രം അവശേഷിച്ചു. രാജശേഖരൻ ഇനി കൂടുതലൊന്നും ആലോചിക്കേണ്ട. ചെയ്യാനുള്ളത് സമയത്തിന് ചെയ്യണം. അത് നീ ചെയ്യേണ്ടത് ആവശ്യവുമാണ്. എൻ്റെ എല്ലാ പിന്തുണയും എല്ലായ്പ്പോഴും ഉണ്ടാവും. അവൻ അപ്പോഴും ആലോചനയിലാണ്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എൻ്റെ പരിധിയുടെ പരമാവധിയാണ്. അതുകൊണ്ട് വറീച്ചനെ ഭയപ്പെടുത്തണമെന്നല്ലാതെ ശാശ്വതമായി അവനെ ഒതുക്കാൻ പറ്റില്ല. വലിയ വീട് പുതുക്കി പണിയേണ്ടി വരും. അല്ലെങ്കിലും ഇനിയൊരിക്കൽ നിങ്ങൾ കടന്നു ചെല്ലേണ്ടത് പുതിയ വലിയ വീട്ടിലേക്കായിരിക്കണം. നീ തയ്യാറാണോ? തികഞ്ഞ ബ്രഹ്മചാരിയായി ആജീവനാന്തം പുലരാൻ നീ തയ്യാറാണോ? മേനോൻ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. രാജശേഖരൻ്റെ മനസ്സിലൂടെ ഭൂതകാലത്തിൻ്റെ ചില ഏടുകളും വർത്തമാനകാലവും മിന്നിത്തെളിച്ച് കടന്നുകൊണ്ടിരുന്നു. തൻ്റെ അച്ഛനെ ചതിച്ച വറീച്ചൻ,
തെരുവ് തെണ്ടിയേക്കാൾ നികൃഷ്ടമായി ജീവിക്കാൻ വിധിച്ച് തറവാട്ടിൽ നിന്ന് ഇറക്കിവിട്ടത് ഇതേ വറീച്ചനാണ്. ഞങ്ങളുടെ തറവാട് ഞങ്ങൾക്ക് തിരിച്ചു വേണം. ഞങ്ങൾ പാർക്കേണ്ടത് അവിടെ തന്നെയാണ്. ഉണ്ണിമായയെ കൊലപ്പെടുത്തിയിട്ട് അച്ഛൻ്റെ മേൽ പഴിചാരി കൃത്രിമ മാർഗത്തിലൂടെ മാത്രം അച്ഛനെ വഴിയാധാരമാക്കി ശശികലയെ വിവാഹം ചെയ്തയക്കേണ്ടത് വലിയ വീട്ടിൽ തറവാട്ടിൽ നിന്ന് തന്നെയാണ്. രാപ്പകൽ എത്ര കഠിനാധ്വാനം ചെയ്താലും തനിക്ക് ഇനി വലിയ വീട് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. തയ്യാറാണ്, ഞാൻ തയ്യാറാണ്. രാജശേഖരൻ്റെ ശബ്ദം ദൃഢമായിരുന്നു. അവൻ്റെ കണ്ണുകളിലെ അപ്പോഴത്തെ തിളക്കം നിശ്ചയദാർഢ്യത്തിൻ്റെതായിരുന്നു. അച്ഛൻ കസേരയിൽ നിന്ന് പിടഞ്ഞെണീക്കുന്നത് അവൻ കണ്ടു. അടുത്ത ക്ഷണം രാജശേഖരൻ അച്ഛൻ്റെ മാറിലായിരുന്നു. മകനെ, നീ ഇത്ര വലിയ ത്യാഗത്തിന് ഒരുങ്ങണോ? ത്യാഗമല്ല അച്ഛ, ശപഥം, നമ്മുടെ കർമ്മം. ഞാൻ ഇന്നു മുതൽ അതിന് തയ്യാറെടുക്കുകയാണ്. അങ്ങനെ തന്നെ. ആദ്യം അനുഗ്രഹിക്കുക. ഇരു കൈകളും അവൻ്റെ നെറുകയിൽ വെച്ച് പിടിച്ചുയർത്തി അദ്ദേഹം അവനെ ആശ്ലേഷിച്ചു. നിന്റെ മാർഗം നല്ലതിനു വേണ്ടി മാത്രമായിരിക്കട്ടെ. അതെ. രാജശേഖരൻ പോരാട്ടത്തിനൊരുങ്ങിയാണ്. വറീച്ചൻ സ്തംഭിച്ച് തുറിച്ച കണ്ണുകളോടെ ഇരുന്നു. കൺമുമ്പിൽ നടക്കുന്ന കാഴ്ചയാണത്. വലിയ വീട്ടിൽ തറവാടിൻ്റെ ഓരോ ഭാഗങ്ങളും ഒന്നൊന്നായി ഇടിഞ്ഞു വീണുകൊണ്ടിരുന്നു. ആ പ്രദേശമാകെ കിടിലം കൊണ്ടിരിക്കുകയാണ്. തങ്ങളെ ഭയപ്പെടുത്തുക മാത്രമാണ് അവരുടെ ഉദ്ദേശമെന്ന് വ്യക്തം. അല്ലെങ്കിൽ വൃക്ഷശിഖരം തലയിൽ വീഴേണ്ടതല്ലേ? അത് തന്നെ എടുത്തെറിയുക മാത്രമല്ലേ ചെയ്തുള്ളൂ. വലിയ വീട്ടിൽ തന്നെ പാർപ്പിക്കില്ലെന്ന് ശങ്കിക്കും പോലെയുണ്ട് ഓരോ പ്രവൃത്തികളും. മുറിയിൽ കയറ്റില്ല. പോകട്ടെ, ആ മുറികൾ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അല്ല, തറവാട് അപ്പാടെ ഇടിഞ്ഞു വീഴുകയാണ്. എല്ലാ സ്വപ്നങ്ങളും പൊലിഞ്ഞു പോയിരിക്കുന്നു. ഇനി വലിയ വീട്ടിൽ തറവാടില്ല. തറവാടിന് മുന്നിൽ മേടയിൽ വറീച്ചൻ ചാരുകസേരയിൽ ഇരിക്കുകയുണ്ടാവില്ല. അതൊക്കെ വെറും ദുസ്വപ്നങ്ങളായിരിക്കുന്നു. ജെയിംസ് കുട്ടിയും വിഷാദമുഖനായിരിക്കുകയാണ്. തറവാട്ടിൽ നിന്നിറങ്ങാൻ കഴിയുന്നില്ല. തറവാട്ടിൽ ജീവിക്കാനും കഴിയുന്നില്ല. എന്താണ് എല്ലാറ്റിനും ഒരു പോംവഴി? അച്ഛൻ വെഞ്ചരിക്കാൻ എത്തിയതും അപകടത്തിൽപ്പെട്ടതും അവൻ അറിഞ്ഞിരിക്കുന്നു. ജോസൂട്ടിയും പരിതാപകരമായ അവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ്. അവൻ്റെ ജീവൻ അവശേഷിപ്പിച്ച കർത്താവ് ഈശോ മിശിഹായ്ക്ക് ജെയിംസ് നന്ദി പറഞ്ഞു. കാർ തനിയെ ഓടുക, അത് തനിയെ ചതിപ്പിൽ ചെന്ന് വീഴുക. എങ്ങനെയാണ് അതെല്ലാം സംഭവിച്ചത്? എല്ലാം നിയന്ത്രിക്കുന്നത് മറ്റാരോ ആണെന്ന് തീർച്ച. എല്ലാം തീർന്നു മോനെ. ഇനി ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി. തറവാടും വേണ്ട, ആ കള്ളമേനോൻ്റെ പുരയിടവും നമുക്ക് വേണ്ട. ഒടുവിൽ വറീച്ചൻ അങ്ങനെ പറയുക തന്നെ ചെയ്തു. ഇത്തവണ ജെയിംസ് കുട്ടിക്കായിരുന്നു വാശി. ഓരോ അത്യാഹിതങ്ങളും അവനെ കൂടുതൽ കൂടുതൽ രോഷാകുലനാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ അങ്ങ് തീർത്ത് പറയേണ്ട അപ്പച്ച, നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ കഴിയും. ഇതേ തറവാട് പൊളിച്ചു പണിത് ഇവിടെ തന്നെ ഒരു ദിവസമെങ്കിലും താമസിക്കുകയും ചെയ്യണം. ഇത് ആ മേനോൻ ചെയ്യിപ്പിച്ച ആഭിചാര പ്രയോഗങ്ങൾ എന്തോ ആണ്. കൂടുതൽ ആലോചിച്ചപ്പോൾ അവൻ അങ്ങനെയാണ് തോന്നിയത്. ഏതോ കൂടോത്രം മേനോൻ ചെയ്യിക്കുന്നുണ്ട്. ഒക്കെയും അതിൻ്റെ പരിണത ഫലങ്ങളാണ്. ആഭിചാരങ്ങളെ ആഭിചാരങ്ങൾ കൊണ്ടേ എതിർക്കാൻ പറ്റൂ. അത് ചെയ്യണമെങ്കിൽ അതിന് പറ്റിയ ആളെ കണ്ടുപിടിക്കണം. ഇവിടെ നിന്നിറങ്ങാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ജോസൂട്ടി ആശുപത്രിയിൽ നിന്നിറങ്ങണമെങ്കിൽ ചുരുങ്ങിയത് 2 ആഴ്ചയെങ്കിലും വേണ്ടിവരും. വലിയൊരു ശബ്ദം കേട്ട് വറീച്ചിൻ്റെ തളർന്ന മിഴികൾ അങ്ങോട്ട് ശ്രദ്ധിച്ചു. തറവാടിൻ്റെ അവസാനത്തെ കെട്ടും നിലം പതിച്ചിരിക്കുന്നു. പെട്ടെന്ന് ആ വളപ്പിലാകെ അലഞ്ഞ ചൂളക്കാറ്റിന് പേ പിടിച്ചതുപോലെ തോന്നി. വൃക്ഷശിഖരങ്ങൾ ആടി ഉലഞ്ഞു. പൊടിപടലങ്ങൾ ഉയർന്നു. ഇനിയും എന്തിനുള്ള ഭാവമാണ്? വറീച്ചൻ ചാടി എണീറ്റു. അയാളിരുന്ന മരച്ചോട്ടിലെ മണ്ണ് ഇളകുന്നത് പോലെ തോന്നിയത് അപ്പോഴായിരുന്നു. അത് സത്യവുമായിരുന്നു. വറീച്ചൻ ചാടി എണീറ്റ മാത്രയിൽ ആ വൃക്ഷം ആരോ കുത്തി അടർത്തിയതുപോലെ തറവാടിൻ്റെ മുകളിലേക്ക് പിഴുതു വീണു. അതൊരു സൂചനയായിരുന്നു. ഭയന്ന് വിളറിപ്പോയ വറീച്ചന് പുറത്തേക്ക് ഓടാനാണ് അപ്പോൾ തോന്നിയത്. മുൻ പറഞ്ഞ അനുഭവങ്ങളെല്ലാം തൽക്കാലം മറന്നതുപോലെ പടിക്കിലേക്കാണ് അയാൾ ഓടിയത്. ഏതായാലും ആ നിമിഷങ്ങൾ വറീച്ചനെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദത്തിൻ്റെതായിരുന്നു. ആരും മുഖമടിച്ച് അടിയേൽപ്പിച്ചില്ല. വലിയ വീട്ടിൽ തറവാടിൻ്റെ മുറ്റത്തേക്ക് തെറിപ്പിച്ചില്ല. ആഹ്ലാദത്തിൻ്റെ ഉത്തംഗ ശൃംഗത്തിൽ നിന്നുകൊണ്ട് അയാൾ മകനെ ആവേശത്തോടെ വിളിച്ചു. ജെയിംസ് കുട്ടി, വേഗം പുറത്തേക്കിറങ്ങ്, ഞാൻ രക്ഷപ്പെടുകയാണ്. സംശയം തോന്നിയെങ്കിലും അവനും പെട്ടെന്നുണർന്ന് പുറത്തേക്ക് കുതിക്കുകയും ചെയ്തു. അത്ഭുതം തോന്നിപ്പോയി. അതെ, തങ്ങൾക്കെതിരെ ഉയർന്ന ഉപരോധം നീങ്ങിയിരിക്കുന്നു. തങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു. തറവാട്ടു വളപ്പിലെ കാറ്റിൻ്റെ തിര അടങ്ങിയിരിക്കുന്നു. ചൂളം വിളി അവസാനിച്ചിരിക്കുന്നു. ഇരുവരും തിരിഞ്ഞു നോക്കാതെ എത്രയും വേഗം അവിടെ നിന്ന് അകലാൻ ഓടാൻ തുടങ്ങി. കാറും വേണ്ട, മറ്റു യാതൊരു വാഹനങ്ങളും വേണ്ട. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വറീച്ചനങ്ങനെ ഓടേണ്ടി വന്നത്. ജെയിംസ് ആണെങ്കിൽ കാറില്ലാതെ അത്രയും ദൂരം ഒരിക്കലും താണ്ടിയിട്ടില്ല.
മേഴയിൽ തറവാട്ടിലേക്ക് ഇനിയുമുണ്ട് ഏറെ ദൂരം. കൊളുത്തിവെച്ച് നിലവിളിക്കിനു മുന്നിൽ രാജശേഖരൻ ഈറൻ വസ്ത്രങ്ങളോടെ കൈകൂപ്പിയിരുന്നു. ബലികർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരുമ്പോഴേ അങ്ങനെ ഇരിക്കേണ്ടതുള്ളൂ. അല്ലെങ്കിലും ഇതൊരു ബലികർമ്മം തന്നെയാണല്ലോ. സ്വന്തം ജീവിതം മാന്ത്രിക ജീവിതത്തിന് ബലി കൊടുക്കുന്ന കർമ്മം. ഇനി രാജശേഖരൻ ജീവിതത്തിൽ ഒരിക്കലും മത്സ്യമാംസങ്ങൾ ഉപയോഗിക്കില്ല. വിവാഹ ജീവിതം നയിക്കില്ല. നിത്യബ്രഹ്മചാരിയായി കഴിയാനുള്ള ശപഥമെടുക്കുകയാണ് അവൻ. പൂജാമുറിയിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അച്ഛൻ, അമ്മ, മേനോൻ ചേട്ടൻ, പിന്നെ കർമ്മയും. അയാളാണ് അവൻ്റെ ആദ്യത്തെ ഗുരുവാകാൻ പോകുന്നത്. ഏറെ ചിന്തിച്ചതിന് ശേഷം തന്നെയാണ് രാജശേഖരൻ ആ തീരുമാനമെടുത്തത്. ശശികലയ്ക്ക് ദുഃഖമായിരുന്നു. കുടുംബത്തിൻ്റെ പാരമ്പര്യം വംശം നിലനിർത്തേണ്ടവനാണ് ചേട്ടൻ. ചേട്ടൻ ബ്രഹ്മചാരിയാകാൻ തീരുമാനിച്ചതിൽ അവളാണ് ഏറെ വിമ്മിട്ടപ്പെട്ടത്. തങ്ങൾക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. സ്വപ്നങ്ങളെല്ലാം ഉപേക്ഷിച്ച് ചേട്ടൻ ഇനി ഒരു യോഗിയെ പോലെ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ആദ്യം അവരുടെ മാന്ത്രിക ബന്ധം അവസാനിപ്പിക്കണം. ശത്രുക്കളാണെങ്കിലും ആരെയും ബന്ധനാവസ്ഥയിൽപ്പെടുത്തി ഉപദ്രവിക്കരുത്. സ്വാതന്ത്ര്യത്തോടെ പുറത്തു മേയുമ്പോൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതിലാണ് സുഖം. അങ്ങനെ ചെയ്യാൻ വേണ്ടി കുറച്ചുനാൾ കൂടി അപ്പനും മക്കളും സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ, മേനോൻ പറഞ്ഞു. രാജശേഖരൻ തലകുലുക്കി സമ്മതിച്ചു. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. എല്ലാം നേരെയാവുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ച ഒരവസരത്തിലാണ് അവിചാരിതമായി ആ ദുരന്തം സംഭവിക്കുന്നത്. അതോടെ അന്തരീക്ഷം ആകെ കലങ്ങി മറിഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. മന്ത്രങ്ങളുടെ അത്ഭുതകരവും നിഗൂഢവുമായ പ്രയോഗക്രിയകളിലേക്ക് രാജശേഖരൻ കടന്നു. ഉപാസനാമൂർത്തികളെ ഇഷ്ടമന്ത്രോച്ചാരണങ്ങളിലൂടെ പൂജാമുറിയിൽ ആവാഹിച്ചെത്തിക്കാനും ആജ്ഞാനുവർത്തികളാക്കാനുമുള്ള ശ്രമകരമായ ക്രിയകളിലാണ് ഇപ്പോൾ രാജശേഖരൻ്റെ ശ്രദ്ധ. അതുകൂടി വിജയിച്ചാൽ തനിക്കിനി യുദ്ധത്തിനിറങ്ങാം. ഉണ്ണിമായയെ അതിനീചമായി കൊലപ്പെടുത്തി തൻ്റെ കുടുംബം തകർത്ത മേടയിൽ വറീച്ചനെയും മക്കളെയും ഒരു പാഠം പഠിപ്പിച്ചേ അടങ്ങും. മന്ത്രോച്ചാരണങ്ങൾക്കിടയിൽ ഒരു മാത്രം നേരത്തേക്കെങ്കിലും പ്രതികാര ചിന്ത കടന്നെത്തി. ചഞ്ചലചിത്തനായതോടെ മന്ത്രശീലുകൾ താളക്രമം വിട്ട് ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു. ഏതു നേരവും വിളിപ്പുറത്തെത്തുന്ന മൂർത്തി മുന്നിലെ ശിരസ് ചെറുതായൊന്ന് കുടഞ്ഞ് മാലിന്യ ചിന്തകളെ അകറ്റി രാജശേഖരൻ പൂർവാധികം ശ്രദ്ധയോട് വീണ്ടും മന്ത്രം ഉരുവിടാൻ തുടങ്ങി. രാത്രിയുടെ 3-ാം യാമമായിരുന്നു അത്. കട്ട പിടിച്ച ഇരുട്ട്, സൂചി കുത്തിക്കയറുന്നത് പോലെയുള്ള തണുപ്പ്. ദൂരെ എങ്ങോ ചില രാപ്പാടികൾ മാത്രം ഉണർന്നു കരഞ്ഞു. എല്ലാം ശാന്തമായെന്ന് തോന്നിയ നിമിഷത്തിലാണ് ആ ദുരന്തം അരങ്ങേറിയത്. പ്രശാന്തമായ ആശ്രമത്തിൻ്റെ ഒതുങ്ങിയ ഭാഗത്തായിരുന്നു ആ കൊച്ചു വീട്. വയലിലകൾക്കകലെ ഇരുണ്ട കാടിനു മുകളിൽ ഒരു നേർത്ത ആരവമായാണതും തുടങ്ങിയത്. അനുനിമിഷം അത്യുഗ്രമായൊരു കൊടുങ്കാറ്റായി മാറി അത് ഗ്രാമത്തിനു നേർക്ക് കുതിച്ചെത്തി. കാറ്റിൻ്റെ ഭീകരമായ ചൂളംവിളി ഗ്രാമത്തിനു മുകളിൽ കനത്തു നിന്നു. എല്ലാം തകർത്തെറിയാനുള്ള അഭൗമമായൊരു ശക്തിയായിരുന്നു കാറ്റിന്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ എങ്ങുനിന്നോ പൊട്ടിമുളച്ചതുപോലെ ചീറി വന്ന കാറ്റ് ഗ്രാമത്തെ നടുക്കി. മരങ്ങളും കൊച്ചു വീടുകളും കാറ്റിൽ പറന്നു. കാറ്റ് എന്തോ തിരയുന്നത് പോലെ കലിയടക്കി ഒന്ന് ചുറ്റിക്കറങ്ങി. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ഗ്രാമത്തെ വിട്ട് അകലെയുള്ള ഒരു കുടിലിന് നേർക്ക് കുതിച്ചു. കാറ്റിൻ്റെ രാക്ഷസീയമായ ശക്തി വിട്ടകന്നതോടെ ഗ്രാമം ആശ്വാസനിശ്വാസമുതിർത്തു. എല്ലാം ഒരു ദുസ്വപ്നം പോലെ തോന്നി. എന്നാൽ ദുരന്തം ആരംഭിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കുടിലിനോട് ചേർത്ത് കെട്ടിയിരുന്ന കൊച്ചു പൂജാമുറിയിലായിരുന്നു രാജശേഖരൻ. അർദ്ധനിലീമ നേത്രങ്ങളോടെ തെള്ളിപ്പൊടിയും ചെമ്പരത്തിപ്പൂവും വാരിയെറിഞ്ഞ് മന്ത്രശീലുകൾ ഉരുവിട്ടിരുന്ന രാജശേഖരൻ തനിക്ക് ചുറ്റും മരണം കരാള നൃത്തം ആരംഭിച്ചത് അറിഞ്ഞില്ല. കാറ്റിൻ്റെ കരങ്ങൾ ആ കൊച്ചു കുടിലിനെ സാവധാനം ഇളക്കി തുടങ്ങി. ചുറ്റുമുള്ള മരങ്ങൾ ആട്ടിയൊലിച്ചതുപോലെ വട്ടം കറങ്ങി. പൊടിപടലങ്ങളും കരിയിലകളും ചുള്ളിക്കമ്പുകളും വായിൽ ചുറ്റിത്തിരിഞ്ഞു. കൊടുങ്കാറ്റൊരു ചുഴലിക്കാറ്റായി രൂപാന്തരം പ്രാപിച്ച് ആ കുടിലിനെ കേന്ദ്രമാക്കി വട്ടം കറങ്ങാൻ ആരംഭിച്ചു. ആദ്യം ഒരു വലിയ വൃത്തത്തിൽ കറങ്ങാൻ ആരംഭിച്ച കാറ്റ് തൻ്റെ വിസ്തൃതി ചുരുക്കി ചുരുക്കി കൊണ്ടുവന്ന് ആ കുടിലിനെ വിഴുങ്ങാനെന്ന പോലെ ഒരു കോട്ട പോലെ കുടിലിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരുന്ന പൊടിയും ഇലകളും ക്രമേണ കുടിലിനടുത്തേക്ക് നീങ്ങി വന്നു. ഒരു സൈന്യം ഒന്നാകെ ആക്രമിക്കുകയായിരുന്നു. ഓല കെട്ടി ഉയർത്തിയിരുന്ന കുടിലിന് മേൽക്കൂര പൊളിഞ്ഞടർന്ന് കാറ്റിൻ്റെ കൈകളിലൂടെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നുപോയി. ശശികലയാണ് ആദ്യം ഉറക്കമുണർന്നത്. കാതടിപ്പിക്കുന്ന ചൂളം വിളിക്കിടിയിൽ എന്തോ ഞെരിഞ്ഞമർന്നു പൊടിയുന്ന ശബ്ദമാണ് അവളെ ഉണർത്തിയത്. കണ്ണു തുറന്ന അവൾ ചുറ്റും അവിശ്വസനീയതയോടെ ഒന്ന് നോക്കി. ഇതൊരു ദുസ്വപ്നമാണോ എന്ന് തീർപ്പ് കൽപ്പിക്കാൻ എന്ന പോലെ. തൊട്ടടുത്ത നിമിഷം ശശികല അലറിക്കരഞ്ഞു. ആ ശബ്ദമാണ് അച്ഛനെയും അമ്മയെയും ഉണർത്തിയത്. എന്നിട്ടും രാജശേഖരൻ മാന്ത്രികതയുടെ നിഗൂഢ ലോകത്തായിരുന്നു. വിളിക്കുന്ന മൂർത്തികളെല്ലാം വന്നെത്തുന്നതിനേക്കാൾ വേഗത്തിൽ അപ്രത്യക്ഷരാകുന്നു.
മന്ത്രോച്ചാരണത്തിൽ പിശക് വരുന്നു. സരസ്വതി ദേവി പോലും തന്നെ കൈവിട്ടോ? മനസ്സിനകത്ത് അസ്വസ്ഥത അനുനിമിഷം പുകഞ്ഞു കത്തി. അസഹനീയമായപ്പോൾ രാജശേഖരൻ ഞെട്ടിക്കണ്ണു തുറന്നു. അതേ നിമിഷം തന്നെ അയാൾ തനിക്ക് ചുറ്റും നടക്കുന്നതുമെല്ലാം അറിഞ്ഞു. ഉപാസനാമൂർത്തികൾ ഭയം നിറച്ച് അപ്രത്യക്ഷമായത് എന്തുകൊണ്ടെന്ന് വ്യക്തമായി. നിലത്ത് കുത്തി നിർത്തിയ തൂണുകളോടെ ആ കുടിലിനെ പൊക്കിയെടുക്കാൻ ചുഴലിക്കാറ്റ് ശ്രമിക്കുകയായിരുന്നു. പുറത്ത് അച്ഛൻ്റെയും അമ്മയുടെയും ശശികളുടെയും ആക്രന്ദനങ്ങൾ. രാജശേഖരൻ പുറത്തേക്ക് പായാനാഞ്ഞു. എന്നാൽ അതിനു മുമ്പ് തനിക്ക് ചുറ്റും ആ കുടിൽ ആകാശത്തേക്ക് ഉയർത്തുന്ന രാജശേഖരൻ കണ്ടു. കാറ്റ് തൂണോടെ കുടിലിനെ പറിച്ചെടുത്തു കഴിഞ്ഞു. പേടിച്ചു വിറച്ച് കാറ്റിനെ ചെറുക്കാൻ മുറ്റത്തെ കൊന്നത്തെങ്ങിനെ പട്ടം പിടിച്ചു നിൽക്കുന്ന അച്ഛനെയും അമ്മയെയും ശശികളെയും രാജശേഖരൻ കണ്ടു. പെട്ടെന്ന് ആ കൊന്നത്തെങ്ങിൻ്റെ മുകളിലായി ഒരു ഇടിവെട്ടി. അഗ്നിനാളങ്ങൾ നാലുപാടും ചിതറി. ഒരഗ്നിഗോളം പോലെ കത്തി തെങ്ങിൻ്റെ മണ്ടയൊടിഞ്ഞ് താഴേക്ക് വരുന്നത് കണ്ട് രാജശേഖരൻ അലറി. അതിന് തൊട്ടു താഴെയായിരുന്നു അച്ഛനും അമ്മയും ശശികലയും. ജീവിതത്തിൽ ആദ്യമായി ഏറ്റ മുഖമടിച്ചുള്ള അടിയാണ്. മറീച്ചന് ആരോടും മറുപടിയില്ലായിരുന്നു. ആരുടെയും മുഖത്ത് നോക്കാനുള്ള കെൽപ്പും ഉണ്ടായിരുന്നില്ല. മേടയിൽ തറവാട്ടിലെത്തിയ നിമിഷം ഓടി സ്വന്തം മുറിയിൽ കയറി കതകടച്ചതാണ്. ഭാര്യ വിളിച്ചിട്ടും ആ വാതിൽ അയാൾ തുറന്നില്ല. ഭാര്യയുടെ മുന്നിൽ മുഖമുയർത്താൻ തനിക്ക് കഴിയുന്നില്ലെന്നൊരു തോന്നൽ. ജോസൂട്ടി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലെത്തി. അപകടത്തിൽ സംഭവിച്ച പരിക്കിനേക്കാൾ അവനെ വേദനിപ്പിച്ചത് അപ്പച്ചൻ്റെ അഭിമാനം നഷ്ടപ്പെട്ടല്ലോ എന്ന ഓർമ്മയാണ്. പിന്നെ ഭയവും. തങ്ങൾക്കെതിരെ ആരോ ശക്തിയായി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ആവശ്യത്തിലേറെ പണമുണ്ട്, അതിലേറെ ജാടകളുണ്ട്. ശത്രുക്കളെ അപ്പോൾ തുടച്ചു നീക്കാൻ ഇതുവരെ കഴിയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ തങ്ങളെ ആക്രമിക്കാൻ കെൽപ്പുള്ള പുതിയ ശത്രു ആരാണ്? പരിചയക്കാരും ബന്ധുക്കളും സർവോപരി നാട്ടുകാരും ഒരു പുതിയ രീതിയിലാണ് തങ്ങളെ വീക്ഷിക്കുന്നതെന്നൊരു തോന്നൽ. അവരുടെ മുഖഭാവങ്ങൾക്ക് ഊറിയ പുച്ഛരസമുണ്ടോ? അതുവരെ മഹാരാജാവിനെ പോലെ കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ദിവസം കുത്തനെ തറയിലേക്ക് വീണതുപോലെയാണ് തങ്ങൾക്കുണ്ടായ അനുഭവമെന്ന് അവന് തോന്നി. ആളുകളുടെ മുഖത്തു നോക്കാൻ വല്ലാത്ത ജാളിത. നോവലിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീണ്ടും കാണാം. നന്ദി.